ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം ടു ശ്രീനഗർ. നമ്മൾ നിൽക്കുന്നത് ശ്രീനഗറിലെ ലാൽ ചൌക്കിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം, ലാൽ ചൌക്ക് എന്ന് പറയുന്നത് ശ്രീനഗറിന്റെ കശ്മീരിന്റെ ഒക്കെ രാഷ്ട്രീയ ഭാഗധേയങ്ങളിൽ ഒരുപാട് പങ്കുള്ള ഒരു സ്ഥലമാണ്. നെഹ്റു അടക്കം വന്നിട്ടുള്ള പ്രധാനമന്ത്രിമാർ, പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, ഫറൂഖ് അബ്ദുള്ള, ഒമർ അബ്ദുള്ള, ഫറൂഖ് അബ്ദുള്ളയുടെ ഒക്കെ ആദ്യകാല രാഷ്ട്രീയ കാലത്തൊക്കെ അവരുടെ രാഷ്ട്രീയ ഉയർത്തെഴുന്നേൽപ്പിലൊക്കെ നിർണായകമായി പങ്കുവച്ചൊരു സ്ഥലത്ത് നമ്മൾ നിൽക്കുകയാണ്. പ്രേക്ഷകർക്ക് പിന്നിൽ കാണാം ശ്രീനഗറിന്റെ ക്ലോക്ക് ടവറാണ്. അതിന്റെ പിന്നിൽ കാണാം മനോഹരമായ മലനിരകൾ. ആ മലനിരകൾക്കപ്പുറമാണ് കേട്ടോ പീർപഞ്ചാൽ എന്ന് പറയുന്ന മലനിര. പീർപഞ്ചാലിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ വെടിവെച്ചിട്ട ശേഷം ഈ തീവ്രവാദികൾ കടന്നു കളഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അവിടെയൊക്കെ തെരച്ചിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാട് നടുങ്ങിയ പഹൽഗാം കൂട്ടക്കുരുതിയുടെ ദിവസങ്ങൾക്കിപ്പുറം നിൽക്കുന്നു. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കിവിടെ സെൻസ് ചെയ്യാം. ഇവിടെ ഇറങ്ങി ഞാൻ ആദ്യം ഫ്ലൈറ്റ് ഇറങ്ങി എയർപോർട്ട് ഇറങ്ങി ടാക്സി ഡ്രൈവറോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഈ ദിവസങ്ങളൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചവരാണ്. അതിന്റെ മൂർധാവിനാണ് ആ ഭീകരർ അല്ലെങ്കിൽ അധമ മനുഷ്യർ, നികൃഷ്ട മനുഷ്യർ കത്തിവെച്ചത് എന്നടക്കമുള്ള പറയുന്നുണ്ട്. അവരുടെ നിരാശ, അവരുടെ രോഷം ഒരു തദ്ദേശവാസികൾ അത് മറച്ചുവെക്കാതെ തന്നെ പറയുന്നുണ്ട്. നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു. ഇന്ത്യയുടെ തിരിച്ചടി എപ്പോൾ എന്ന ചോദ്യം വളരെ സജീവമായി തന്നെ ഉയരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. ഇന്ന് കരസേനാ മേധാവി ഇങ്ങോട്ടേക്ക് വന്ന് ചില ചർച്ചകൾ നടത്തിയിരുന്നു. എപ്പോഴാണ് സൈനികമായ ഒരു മറുപടി എന്ന കാര്യം നമുക്ക് ഇപ്പോൾ വ്യക്തമല്ലെങ്കിലും നയതന്ത്ര മറുപടികൾ പല രീതിയിൽ പല രൂപത്തിൽ നടക്കുന്നു. അതിനിടയിൽ പ്രേക്ഷകർ കേട്ടു, ഇഷാഖ് ദർ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇവിടെ വന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ, നിരപരാധികളെ, പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചിട്ടവരെ, സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നൊക്കെ പറയുന്നത് കേട്ടു. അത് സ്വാഭാവികമാണ്, നമ്മൾ ഒരുപാട് കേട്ടതുമാണത്. ഞങ്ങൾക്കൊരു പങ്കുമില്ല എന്ന് പറയുകയും ഇത്തരം തീവ്രവാദികളെ അവർ തോക്ക് കയ്യിൽ കൊടുത്ത് പറഞ്ഞുവിടുന്നവരെ ന്യായീകരിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാൻ നിലപാട് നമുക്ക് പുതുമയല്ല. അതുകൊണ്ട് അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ആ വിപത്തിന്റെ ഇനി ഏതെങ്കിലും തരത്തിൽ നമ്മുടെ നിരപരാധികളായ ഒരാളുടെ നേരെ പോലും പോയിന്റ് ബ്ലാങ്കിൽ അവർക്ക് ജീവൻ നഷ്ടമാകാത്ത തരത്തിൽ ആ വിപത്തിന് വേരൊറുക്കേണ്ട എന്നതാണ് ചോദ്യം. അതിനുവേണ്ടിയുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്നതാണ് ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശ്രീനഗറിൽ നിന്നും എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ ടി പി ശ്രീനിവാസൻ, ശ്രീ എസ് ഡിന്നി, ശ്രീ രാജു പി നായർ, ശ്രീ ടി പി ജയേന്ദ്രമാസ് എന്നിവർ ചർച്ചയിൽ ചെയ്യുന്നു. ചർച്ചയിലേക്ക് വരും മുമ്പ് ബൽറാം നെടുങ്ങാടി, ഈ സംഭവം ഉണ്ടായതിന്റെ തൊട്ട് പിറ്റേനാൾ മുതൽ ഇവിടെയുണ്ട്, വളരെ സജീവമായുണ്ട്. ഇന്നിപ്പോൾ ബൽറാം ഇപ്പോഴും നമുക്ക് ആ ഭീകരരെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പീർപഞ്ചാൽ മേഖല കടന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഏതാണ്ട് ആ മലനിരകളുടെ അങ്ങേയറ്റത്ത് ഏതാണ്ട് പകുതിയോളം വരുന്ന വലിയ സൈനിക സാന്നിധ്യമുള്ള മേഖലയാണ് പീർപഞ്ചാൽ എന്ന് പറയുന്നത്. എന്താണ് നമുക്ക് സൈനിക വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്? ആ തെരച്ചിൽ എന്തായി? ഇന്ന് പഹൽഗാമിൽ ശ്രീനഗർ മേഖല നടന്ന എന്തൊക്കെയാണ്? ഹഷ്മി, ഈ ഒരു മലനിരയ്ക്ക് ഏതാണ്ട് കിഴക്ക് വശത്തായാണ് പീർപഞ്ചാൽ മേഖല. അത് സൈനിക സാന്നിധ്യം, CRPF ക്യാമ്പ്, ഒപ്പം തന്നെ പരിശീലന കേന്ദ്രം അടക്കമുള്ള ഒരു പ്രദേശമാണ്. അവിടേക്ക് ആ ഒരു വലിയ മലനിരകളുടെ ഒരു ഭാഗത്തേക്ക് ഈ ഭീകരവാദികൾ ഒളിച്ചു കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഈ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവർക്ക് വേണ്ടിയുള്ള സർവ്വസന്നാഹങ്ങളും നിരത്തിയുള്ള തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും CRPF, ഒപ്പം തന്നെ ഈ ജമ്മു കശ്മീർ പോലീസിന്റെ കമാൻഡോ സംഘം എന്നിവരാണ് തെരച്ചിൽ നടത്തുന്നത്. ഒപ്പം മറ്റ് ഏജൻസികൾ ഉൾപ്പെടെയുള്ളവർ തെരച്ചിലിനായി സജീവമായി തന്നെ രംഗത്തുണ്ട്. ഈ മേഖല ഉൾപ്പെടുന്ന പഹൽഗാം ഉൾപ്പെടുന്ന പ്രദേശത്ത് 50 കിലോമീറ്ററോളം കഴിഞ്ഞ മണിക്കൂറുകളായി 2-3 ദിവസമായി തെരച്ചിൽ തുടരുകയാണ്. ജമ്മു കശ്മീർ പോലീസിന്റെ കമാൻഡോ സംഘവും CRPFന്റെ സംഘവും ഹെലികോപ്റ്ററുകൾ അടക്കമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഈ മേഖലയുടെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകത തിങ്ങി തൂർന്നു നിൽക്കുന്ന ഈ പൈൻമരക്കാടുകൾക്കുള്ളിൽ തെരച്ചിൽ നടത്തുക, ആകാശമാർഗം തെരച്ചിൽ നടത്തുന്നത് പ്രായോഗികമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകളെ ഇറക്കി, സൈനികരെ ഇറക്കിയുള്ള തെരച്ചിൽ തന്നെയാണ് നടത്തുന്നത്. ഈ ഭീകരവാദികൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് യാതൊരു വിധത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഉപയോഗിക്കാതെയാണ് ഇവിടെ എത്തി ഈ നരാധമത്വം ചെയ്ത് മടങ്ങിയത് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട് അന്വേഷണത്തിൽ. ഇനിയുള്ളത് തിരിച്ചടി എന്നുള്ളത് തന്നെയാണ്. ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ അതിനായുള്ള ആസൂത്രണങ്ങൾ നടന്നു വരുന്നു. പ്രത്യേകിച്ചും കരസേനാ മേധാവിയുടെ സന്ദർശനം തന്നെയാണ് ഇന്ന് ഈ ജമ്മു കശ്മീരിൽ നടന്ന ഏറ്റവും വലിയ ഒരു നീക്കം എന്നുള്ളത്. ഉന്നതതല യോഗങ്ങൾ പ്രധാനമന്ത്രിയുടേതും ആഭ്യന്തരമന്ത്രിയുടേതും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രിയുടേതുമായി ചേർന്ന ശേഷമാണ്, ഒരു തീരുമാനം എടുത്ത ശേഷമാണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി
ദ്വിവേദി ജമ്മു കശ്മീരിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇവിടെ കണ്ടത് നോർത്തേൺ കമാൻഡ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ സച്ചീന്ദ്രകുമാറിനെയാണ്. എന്താണ് ഗ്രൗണ്ട് സീറോയിൽ നൽകേണ്ട മറുപടി എന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. അത് നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് കൈമാറിയിരിക്കുന്നു. തുടർന്ന് ഇനിയുള്ള നീക്കങ്ങൾ തന്നെയാണ് ഏറെ നിർണായകം. ശക്തമായ തിരിച്ചടി ഈ ഭീകരരെ പിന്തുണയ്ക്കുന്നവരെ, ഭീകരരെ അയച്ചവർക്ക് നൽകുക എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ഒരു തീരുമാനം. ആ തീരുമാനം എടുത്തിരിക്കുന്നു. ഇനി നടപ്പാക്കാനുള്ള മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് എന്നാണ് ഇന്നത്തെ ജമ്മു കശ്മീരിലെ നീക്കങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഹാഷ്മി. ഓക്കെ ബൽറാം. അപ്പോൾ അതാണ് ഇന്നിവിടെ നടന്ന ചർച്ചകൾ. ഉറപ്പായും ഈ പറഞ്ഞ നയതന്ത്ര നീക്കങ്ങൾക്കൊക്കെ അപ്പുറം നയതന്ത്ര തിരിച്ചടി വേണ്ട എന്നുള്ളതല്ല, അത് അനിവാര്യമാണ്. പലതരത്തിൽ പല ഗോളുകളിൽ ടെട്രാഹെഡ് എന്നൊക്കെ പറയുന്നത് പോലെ പല ഗോളുകളിൽ നടപടികൾ ഉണ്ടാകുമ്പോൾ തന്നെ പ്രകടമായ എവിഡന്റായ മരിച്ചവർക്കുള്ള നീതി എന്ന് പറയുന്നത് ഉറപ്പായും സൈനികമായ മറുപടി തന്നെയാണ്. സൈനികമായ മറുപടി എപ്പോഴുണ്ടാകും എന്ന ചോദ്യം സജീവമായി നിൽക്കും. ഞാൻ ഗസ്റ്റുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടെ കുറെ മലയാളി ഹായ് ബൈ എവിടുന്നാ? കണ്ണൂരാണ്. ഇവിടെ വർക്ക് ചെയ്യുന്നത്, ടൂർ മാനേജറായിട്ട് വർക്ക് ചെയ്യണം. കുറെ നാളായിട്ടുണ്ട്. കുറെ നാളായിട്ടുണ്ട്. നമ്മളിവിടെ രാവിലെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഡ്രൈവർമാർക്ക് പറയായിരുന്നു ഈ സംഭവം അവർക്ക് വലിയ ആഘാതമാണ്. നേരത്തെ വലിയ ഒരുപാട് ആൾ വരുന്നു, ഇതോടെ എല്ലാം ഇല്ലാതായെന്ന് നിരാശ പറയുന്നുണ്ടായിരുന്നു. എന്താണ്? വളരെ നിരാശയിലാണ് ഞാൻ ഇന്ന്. അതായത് കഴിഞ്ഞ ആഴ്ച ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ ബ്ലോക്ക് കാര്യങ്ങൾ, ഞങ്ങൾക്ക് ലോക്കൽ സൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. സീസൺ ടൈമല്ലേ നമ്മൾ ഓടിയെത്തത്തില്ല. ഇന്നിപ്പോൾ ഒരുപാട് സമയമാണ്. ഇന്നിപ്പോൾ നിഷാദ് ഗാർഡനിൽ വിജനമായി നിൽക്കുക. റോഡായാലും ഒക്കെ മൊത്തത്തിൽ ഇവിടുത്തെ ജനങ്ങൾ മൊത്തത്തിൽ നിരാശയിലാണ്. എല്ലാവരും വളരെ സങ്കടത്തിലാണ്. എല്ലാത്തിനും റേറ്റ് കുറഞ്ഞു. ഭയങ്കര ബുദ്ധിമുട്ടില്ല. ഞാൻ ഇങ്ങോട്ട് വന്ന മുംബൈ ശ്രീനഗർ ഫ്ലൈറ്റിലൊക്കെ പകുതിക്കും ആളില്ലായിരുന്നു. ആൾക്കാർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താണോ? ഒരുപാട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഗ്രൂപ്പ് തന്നെ, എൻ്റെ ഗ്രൂപ്പിൽ ഇപ്പം 100 പേരുണ്ട്. പക്ഷെ അതിൽ തന്നെ ഇനി 28-ാം തീയതി ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരും 30 പേരാണ്. അവർ കുറേ പേര് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ക്യാൻസലാണ്. ഓക്കെ, ഒരുപാട് പേര് ക്യാൻസലേഷൻ വരുന്നുണ്ട്. അടുത്ത മാസം എന്താവുമെന്ന് അറിയില്ല. പക്ഷേ ഈ ഒരു സീസണിൽ നമ്മൾ തന്നെ, ഞാൻ നെക്സ്റ്റ് ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ്, അടൂരാണ് ഓഫീസ്. പക്ഷേ നമ്മൾ ഈ മാസം തന്നെ 548 പേര് ഇവിടെ വന്നു. ഏപ്രിലിൽ, അതായത് ഇനി നെക്സ്റ്റ് മെയ്യിൽ നമുക്ക് ഒരുപാട് ബുക്കിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പെൻഡിങ്ങിലാണ്. ഒരുപാട് പേര് സങ്കടം പറയുന്നുണ്ട്. നമ്മളിപ്പോൾ 40 പേര് ഇവിടെ തന്നെ ഉണ്ട് ലാൽ ചോക്ക് മാർക്കറ്റിൽ വന്നിട്ടുള്ള. മുഹമ്മദ് അർഷക്. എവിടുന്നാ? തൃശ്ശൂര്. ഇവിടെ ടൂറായിട്ട് വന്നാ? അപ്പൊ എന്നിട്ട് എല്ലാം കണ്ടോ? 3 ദിവസമായി. 3 ദിവസം കൊണ്ടും ബാക്കിയുണ്ട്. ഞങ്ങൾ പട്ടാമ്പിന്ന്. ഞങ്ങള് 28 പേരുണ്ട്. ഞങ്ങള് നേരത്തെ വന്നോ സംഭവത്തിന്? വെള്ളിയ ദിവസം വന്നു. ഞങ്ങൾ ഒരാഴ്ച കൂടി ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ കാണാം. ബൈ സലാം. ഓക്കെ. ഇവിടുത്തെ പ്രദേശവാസികളോട് മൈക്ക് വെക്കുമ്പോൾ അവർ അത്ര പെട്ടെന്ന് പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. പല ഭീതികൾ, പല ആശങ്കകളൊക്കെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെയാണ് ഇവിടുത്തെ സാഹചര്യം. നമ്മൾ ഒരുപാട് പേരെ കാണുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ എത്തിയതിനു ശേഷം പരമാവധി പ്രദേശവാസികളോട് നേരിൽ കണ്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും വലിയ നിരാശ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം ഫ്ലറിഷ് ചെയ്ത് വരുന്ന, അവരുടെ ജീവിതം ഒന്ന് പൂത്തു തളർത്തു വരുന്ന ആ സമയമാണ്. വെള്ളം എന്തായിരുന്നു അത് പറഞ്ഞത്? ചാർ ദിൻ കാ ചാന്ദിനി ഫിർ അന്ധേരി. ഒരാൾ പറഞ്ഞത് ചാർ ദിൻ കാ ചാന്ദിനി ഫിർ അന്ധേരി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 4 ദിവസം അവിടെ ചന്ദ്രൻ നിൽക്കും, നല്ല നിലാവുള്ള രാത്രി, അത് കഴിയുമ്പോൾ പിന്നെയും അന്ധകാരമാണല്ലോ ഞങ്ങളുടെ വിധി എന്ന് പറയുന്ന കുറെ ആളുകളെ നമ്മൾ കണ്ടു. അപ്പോൾ അതാണ് ഇവിടുത്തെ ഗ്രൗണ്ട് സാഹചര്യം. നമ്മൾ ചർച്ചയിലേക്ക് പോവുകയാണ്. ശ്രീ കേണൽ എസ് ഡിന്നി, ശ്രീ ടി പി ശ്രീനിവാസൻ, രാജു പി നായർ, ശ്രീ ടി പി ജയന്തൻ മാഷ് എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ കേണൽ എസ് ഡിന്നിയിലേക്ക്. ശ്രീ എസ് ഡിന്നി, ഈ ഭീകർ ഇപ്പോൾ നമ്മൾ നാട് അങ്ങേയറ്റം നടുങ്ങി, നമ്മളൊക്കെ കണ്ണീർ വാർത്ത വല്ലാത്ത സംഭവത്തിന് ശേഷം സമയം ഇപ്പോൾ ഇത്രയും ദിവസങ്ങളാകുന്നു. ഇപ്പോഴും നമുക്ക് ആ ഭീകരർ എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇവിടെ നിൽക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് പീർപ്പഞ്ചാൽ താങ്കൾക്ക് അറിയാവുന്ന മേഖലയായിരിക്കും. എന്റെ പിന്നിൽ കാണുന്ന മലനിരയ്ക്ക് അങ്ങേ അറ്റത്തുള്ള മലനിരയാണത്. അവിടെ CRPF ഒക്കെ വലിയ സൈനിക സാന്നിധ്യമുള്ള സ്ഥലവുമാണ്. എത്രത്തോളം പ്ലാൻഡ് ആണ് ഈ ഭീകരവാദികൾ എന്ന് തന്നെയല്ലേ നമ്മൾ ഇത്രത്തോളം തിരയുമ്പോഴും ആ ഭീകരവാദികളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്? ഡിന്നി. തീർച്ചയായിട്ടും ശ്രീ ഹാഷ്മി, അതിനകത്ത് സംശയമൊന്നുമില്ല. അവർ പ്ലാനിങ്ങിലൂടെ തന്നെയാണ് വന്നിട്ടുള്ളതെന്നും
പ്ലാനിലൂടെ തന്നെയാണ് ഈ അവർ ടാർഗറ്റ് ചെയ്ത ടൂറിസ്റ്റിനെ ടാർഗറ്റ് ചെയ്തതും ആ സ്ഥലവും സമയവും എല്ലാം പ്ലാൻഡ് ആണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവർ ഏത് രീതിയിലാണ് ഐഡന്റിറ്റി കാർഡ് നോക്കി മതം നോക്കി ആളുകളെ തിരിച്ച് വധിച്ചിട്ടുള്ളത് എല്ലാം പ്ലാൻഡ് ആയിട്ട് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുള്ളത്, ഇവിടെ കശ്മീരിലെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ടെററിസ്റ്റ് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് അവരെ ഒന്നീ കാട്ടിലോ അല്ലെങ്കിൽ അവർ ഈ ഏതെങ്കിലും ഗ്രാമപ്രദേശങ്ങളോ എവിടെയെങ്കിലും ഒക്കെ വന്ന് അവരങ്ങ് സിവിലിയൻസ് ആയിട്ട് ചിലപ്പം അങ്ങ് മേർജ് ആവും, അല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും കാട്ടിൽ തന്നെ നിൽക്കുകയായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഇപ്പം ശ്രീ ഹാഷ്മി തന്നെ അവിടെ ഇറങ്ങിയ സമയത്ത് തന്നെ ഇപ്പം ഈ അവിടുത്തെ സാധാരണക്കാർ ആളുകൾ ധാരാളം ഒരു 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 ദേഷ്യവും ഒരു വിഷമവും ഉണ്ട്. കാരണം അവരുടെ വയറ്റിലാണ് ഈ ആക്ച്വലി പറഞ്ഞ ഈ ടെററിസ്റ്റ് അടിച്ചത്. കാരണം നല്ല രീതിയിൽ ഇപ്പൊ ചാർദിനിക്ക് ചാന്ദിനി ഫിർ അന്ധേരി എന്ന് പറയുന്ന പോലെ നല്ല രീതിയിൽ ഉദ്യോഗവും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നെ തന്നെ അവിടുന്ന് പലരും എന്നെ വിളിച്ചിരുന്നു. അവരിൽ ആ ചെറുപ്പക്കാരൊക്കെ കുറെ പേരൊക്കെ EMI ലോണൊക്കെ എടുത്തിട്ടാണ് പുതിയ ബോട്ടും അങ്ങനെയൊക്കെയുള്ള ബിസിനസ് ഒക്കെ ചെയ്യുന്ന ധാരാളം പേരുണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ EMI ഒക്കെ എങ്ങനെ വരും എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ലോക്കൽ സപ്പോർട്ട് ഇന്നിപ്പോ അവർക്ക് കിട്ടാൻ ഒരു വിധത്തിലുമില്ല. അപ്പം വരും ദിവസങ്ങളിൽ തന്നെ ഈ ടെററിസ്റ്റ് എവിടെയാണെന്നും അവരെവിടെയാണ് നിൽക്കുന്നതെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. നമ്മൾ അറിയാൻ ഒരു 2-3 ദിവസമായിട്ട് കഴിഞ്ഞ ഏകദേശം 5ഓളം ടെററിസ്റ്റിനെ ഓൾറെഡി ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞു. അത് ഇവരല്ല, ഈ ഗ്യാങ് അല്ല, പക്ഷെ വേറെ ഗ്രൂപ്പ്സിനെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു 6-7 പേര് ആരൊക്കെയാണെന്നുള്ളതിനകത്ത് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അത് കിട്ടും. അങ്ങനെ തന്നെയാണ് അതിന്റെ രീതി. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു ടെററിസ്റ്റും കശ്മീരിൽ നോട്ട് ഔട്ട് ആയിട്ട് നിൽക്കാറില്ല. എല്ലാവരും അവിടെ ഔട്ട് ആവുന്ന ഒരു രീതിയാണ്. ഒരു ടൈം മാത്രമേ ഉള്ളൂ എപ്പോഴാണ് അവരുടെ ഇതെന്നുള്ളത്, അത് തീർച്ചയായിട്ടും കിട്ടും. അതിനകത്ത് യാതൊരു സംശയമില്ല. ശ്രീനിവാസൻ, നമ്മൾ അതിശക്തമായ നയതന്ത്ര തിരിച്ചടി കൊടുക്കുന്നുണ്ട്. അതിൽ സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം അവരെ എത്രത്തോളം അസ്വസ്ഥമാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ അവരുടെ പ്രതികരണങ്ങൾ ഇന്ന് അവർ വിദേശകാര്യമന്ത്രി പറയുന്നത്, ഞങ്ങളുടെ ജലത്തിൽ തൊട്ടാൽ അത് ജലയുദ്ധമായി കണക്കാക്കും, ഞങ്ങൾ പ്രതികരിക്കുമെന്നൊക്കെയാണ്. ഷിംല കരാർ റദ്ദാക്കുക പോലെയുള്ള വണ്ടത്തരങ്ങളിലേക്കൊക്കെ അവർ പോകുന്നുണ്ട്. ഈ നയതന്ത്ര യുദ്ധം ഏത് എക്സ്റ്റന്റ് വരെ ഐക്യരാഷ്ട്രസഭയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ കാര്യമൊക്കെ നമുക്കറിയാം, അങ്ങേയറ്റം വളരെ കഷ്ടമായ വളരെ പരിതാപകരമായ പോയ ഉക്രൈൻ യുദ്ധത്തിന്റെ കാര്യത്തിൽ നോക്കിയാലും ഇനി ഈവൻ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന്റെ കാര്യത്തിൽ നോക്കിയാലും അങ്ങനെ അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമായി ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അങ്ങേയറ്റം നിരാശാജനകമാണ് അവരുടെ സാഹചര്യം. നമുക്ക് ഏത് എക്സ്റ്റന്റിൽ എത്രത്തോളം അളവിൽ ആ നയതന്ത്ര യുദ്ധത്തിൽ കൂടെ പാകിസ്ഥാന് മുന്നിൽ അതിശക്തമായ പ്രതിരോധമുണ്ടാക്കാൻ കഴിയും? CTP ശ്രീനിവാസൻ. അതൊരു ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതൊരു പ്രിലിമിനറി റിയാക്ഷൻ മാത്രമാണ്. ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങാൻ പോകുന്നില്ല. അത് തന്നെയാണ് ഗവൺമെന്റിന്റെയും തീരുമാനം. പക്ഷേ അതെപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് തരത്തിലാണ് എന്നെല്ലാം തീരുമാനിക്കേണ്ടത് ആ സ്റ്റേജിലാണ് അവരിപ്പോൾ. അപ്പോൾ ആദ്യം ഇവരെ ഭീകരരെ കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ, അതുകൂടാതെ തന്നെ നമ്മുടെ ആളുകൾ അവിടെ പ്രവർത്തിച്ച് നോക്കുന്നു. അതുപോലെ ടൂറിസ്റ്റ് ധാരാളം നമുക്കറിയാം, നിങ്ങൾ തന്നെ പലരോടും സംസാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു പ്രിലിമിനറി സ്റ്റേജിലാണ് നമ്മളിപ്പോഴും. പക്ഷേ പാകിസ്ഥാന് ഹേർട്ട് ചെയ്യുന്ന തരത്തിൽ ഒരു മിലിറ്ററി ഓപ്പറേഷൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുവരെ ആ സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. മറ്റൊരു മാർഗവും നമ്മുടെ മുന്നിലില്ല. ടെററിസം അവസാനിപ്പിക്കാതെ നമ്മൾ പാകിസ്ഥാനോട് ചർച്ചകൾ ചെയ്യുകയില്ല എന്നാണ് തീരുമാനം. അപ്പോൾ എവിടെയാണ് ഇവിടെ തുടങ്ങുക? ടെററിസം അവസാനിക്കുകയാണോ, നമ്മൾ നമ്മുടെ നയം മാറ്റുകയാണോ? ഇതൊക്കെയാണ് ഓപ്ഷൻസ് നമുക്കുള്ളത്. പക്ഷെ എന്തായാലും സമയമാകുമ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകാതെ സാധ്യമല്ല. കാരണം ഇല്ലെങ്കിൽ ഇത് വീണ്ടും തുടരുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ വഴിയിലേക്ക് തന്നെയാണ് നമ്മൾ നീങ്ങുന്നത്. പക്ഷേ അതെത്ര കുറവ് ജീവത്യാഗം ഉണ്ടാവുകയും അതുപോലെ ഏറ്റവും കുറവായിട്ടുള്ള നാശനഷ്ടം ഉണ്ടാകുന്ന തരത്തിൽ ഒരു സർജിക്കൽ ഓപ്പറേഷൻ തന്നെയാണ് ചെയ്യേണ്ടി വരിക. അതുമാത്രമാണ് പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അതിലേക്കായിരിക്കും നമ്മൾ നീങ്ങുന്നത് എന്നെനിക്ക് തോന്നുന്നു. നയതന്ത്ര ഉറപ്പായും അത് എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് റെസ്പോൺസ്, നീജർക്ക് എന്നൊക്കെ പറയുന്ന പോലെ ദ ഫസ്റ്റ് റെസ്പോൺസ് എന്ന നിലയ്ക്ക് മാത്രമേ അതിനെ കാണാൻ കഴിയൂ. അതുകൊണ്ടല്ല പറയാം, നമ്മൾ തുടക്കത്തിൽ പറയുന്നത് പോലെ അന്തരിച്ചവർക്ക്, മരിച്ചവർക്ക്, നിരപരാധികളായ കൊല്ലപ്പെട്ടവർക്ക് തൂക്കി മുൻപിൽ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം അവർ ചെയ്ത കുറ്റം എന്താണ്? ഈ രാജ്യത്തിന്റെ പൗരന്മാരെ എന്ന് തെറ്റല്ലേ ചെയ്തുള്ളൂ. അങ്ങനെ വെടിയേറ്റ് വീണവർക്ക് നീതി കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നീതി കിട്ടി എന്ന് ബോധ്യപ്പെടണമെങ്കിൽ അതിനുള്ള മറുപടി സൈനിക മറുപടി തന്നെയാണ്. അപ്പോൾ സൈനിക മറുപടി എപ്പോഴുണ്ടാകുമെന്ന ആകാംക്ഷ. അത് പൂർണ്ണമായും പട്ടാളത്തിന്റെ സൈന്യത്തിന്റെ പ്രോറോഗേറ്റീവാണ്.
അതാ ഇവിടെ കുറേ അധികം ആളുകൾ നമ്മളെ കാണാൻ വേണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അരെ ഭായ് ആജാ മലയാളം. आप इधर ही है? Yeah, I'm here. What's your name? My name is Tariq. Okay. Is your house nearby? Yeah, I'm a houseboat owner. I'm dealing with the tourists here. Yeah. I got a lot of consolation because of this incident. What happened? And so we are very sad for that. The Kashmir stand for them this time. Every Kashmiri is sad because of them. It's very sad, you know. So whosoever done it, they should go for pinch. Must be booked. Yeah, not only book. Bring them here. We will kill them. Yeah. Let them here, we kill them. Yeah, we will kill them. All Kashmiri will come kill them. Because that was... yeah. So we need... we Kashmiri are with them. Because see, every Kashmiri is saying this time, we are Indians, we are Bharati, we are this. But I don't know what's happening outside. The Kashmiri students are getting target. Which is not good, you know. They did nothing. Who did? Kill him. If Pakistan did it, come and what for you are waiting for? I don't understand what for they are waiting. They should go and kill them there. They don't want to wait and watch and then to go cool and everything will be okay. No, we don't want that. We want they go and whosoever did this and they should finish them. What may be the impact, long-term impact of on the tourism sector of this place? What may be the long-term impact of tourism sector of Kashmir? It happens, but we are trying our best. We are trying our best. We got a lot of cancellations. You know, we got a lot of cancellations. So we are suffering. The Kashmiri will be suffer for that because depending on, we have only the agriculture and this tourism. We are depending on that. So we don't want this kind of accident happen again. So the government should take strong action against them, not Kashmiris. We don't want they will, label us same. You know, we are not for that. We all Kashmiris stand for them. Aisane, we are all one. Thank you, sir. Thanks a lot. You are from? We are from Kerala. Okay, Cochin. Okay. Have a nice day. താങ്ക് യു. അപ്പോൾ അതാണ് ഇവരുടെ പ്രതികരണം, ഈ മനുഷ്യരുടെ പ്രതികരണം. ഹായ് സാർ, വാട്ട്സ് യുവർ നെയിം? इमोराजा इम्तियाज अहमद सोफी। मैं जम्मू से आया। कुछ गुंडे आ गए वहाँ से तो छुरा मारा है इस पे। किधर? जम्मू वाले रोड पे। अच्छा, क्या हुआ है? वो क्या बोला? छुरा मारा उन्होंने, बोला आप कश्मीरी हो, मुसलमान हो, इसलिए यहाँ पर छुरा मार गया। मैं टैक्सी ड्राइवर हूँ, टूरिस्ट को छोड़ने गया मैं उधर, हमको पकड़ लिया। हमारा क्या कसूर है? सब ठीक हुआ भाई? അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കൂടി ഇവിടെ സംഭവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിവിടെ പ്രതികരണം കേട്ടു. നേരത്തെ ഒരാൾ, ഇവിടുത്തെ പ്രദേശവാസി ഒരാൾ പറയുന്നത് കേട്ടത്, ഞങ്ങൾക്ക് തന്നേക്കൂ, കശ്മീരികൾ കൊന്നോളാം ആ തീവ്രവാദികളെ എന്നവർ ധൈര്യത്തോടെ രോഷത്തോടെ പറയുകയുമാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഗ്രൗണ്ടിലെ അങ്ങേയറ്റത്തെ രോഷാകുലമായ സാഹചര്യം. അങ്ങേയറ്റത്തെ ആ വാക്കുകൾ വരുന്ന നിരാശയിൽ നിന്നും കൂടിയാണ് കേട്ടോ. നമ്മൾ ശ്രീ രാജു പി നായരിലേക്കും ടി പി കേന്ദ്ര മാഷിലേക്കും പോകുന്നു. രാജു പി നായർ, ഞാനിപ്പോൾ ശ്രീനഗറിലാണ്. ഇവിടെ നടന്ന് കാണുകയായിരുന്നു, കേൾക്കുകയായിരുന്നു ഇവരുടെ പ്രതികരണം. ഇവിടെ വല്ലാത്തൊരു മൂഡ്, വല്ലാത്തൊരവസ്ഥ ഇവിടുത്തെ ആൾക്കാർക്കിടയിലും ഒക്കെ ഉണ്ട്. രാജു പി നായർ, നമ്മൾ സൈനികമായ പരിഹാരം നൽകിയേ മതിയാവുകയുള്ളൂ. തിരിച്ചടി നൽകുക എന്നതിനപ്പുറം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ജമ്മു കാശ്മീരി അയാൾ പറയുന്നത് പോലെ തിരിച്ചടി എന്നതിനപ്പുറം നമ്മുടെ നിരപരാധികളെ കൊന്നവരെ തിരിച്ചു കൊല്ലുക എന്നത് മാത്രമാണ് പരിഹാരം. അവിടെ ഈ പറയുന്ന അഹിംസ ഒന്നും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല. നയതന്ത്രത്തിൽ തിരിച്ചടി ഉണ്ടാവണം. അതൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായേ മതിയാവൂ എന്ന് പറയുമ്പോൾ പോലും ആരാണ് ഈ ഭീകരാക്രമണത്തിന്റെ, ആരാണ് ഇത്രയധികം നിരപരാധികളുടെ മരണത്തിലേക്ക് നയിച്ച ഈ സംഭവങ്ങൾക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഹു ഈസ് അക്കൗണ്ടബിൾ എന്ന ചോദ്യം കുറച്ചുകൂടി ഉച്ചത്തിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് ആലോചനയുണ്ടോ? രാജു പി നായർ. ഹാഷ്മി, ഒരു കാര്യം പറയാം. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യം എടുക്കുന്ന, സർക്കാർ എടുക്കുന്ന, ഇതിന് മറുപടി കൊടുക്കുന്നതിന് വേണ്ടി എടുക്കുന്ന ഏത് തീരുമാനത്തോടും പ്രതിപക്ഷം യോജിച്ച് നിൽക്കുകയാണ്. അത് ഏത് തീരുമാനം എന്നുള്ളത് സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ഒരു വിസ്ഡത്തിന് വിടുകയാണ്. സർക്കാർ വിസ്ഡത്തിനനുസരിച്ച് എടുക്കുന്ന ഏത് തീരുമാനവും അത് എപ്പോഴെടുക്കണമെന്ന് തന്നെ സർക്കാർ തീരുമാനിച്ചോട്ടെ. അതിന് പരിപൂർണമായിട്ടുള്ള പിന്തുണ അത് നൽകുകയാണ്. പിന്നെ അങ്ങ് അഹിംസ എന്നുദ്ദേശിച്ചത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായ ഒരു ലൈനിനെ കൂടിയാണ്. തീർച്ചയായിട്ടും അഹിംസയിൽ കോൺഗ്രസ് വിശ്വസിക്കുമ്പോൾ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ അത് അഹിംസയല്ല, ധർമ്മമാണ് പ്രധാനം.
ധർമ്മം എന്ന് പറയുന്നത് ഈ ഒരു ദ ഡിഫിക്കൽട്ടി ഓഫ് ബീങ് ഗുഡ് എന്നുള്ളൊരു ബുക്കിൽ ഗുരുചരൺ ദാസ് പറയുന്നുണ്ട്, ധർമ്മ ഈസ് സട്ടിൽ. ധർമ്മ എന്ന് പറയുന്നത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ്. ഇന്ന് ഈ രാജ്യത്തിൻ്റെ ധർമ്മം, ഈ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ച, ഈ രാജ്യത്തിന് മുറിവേൽപ്പിച്ച ആ തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിന് സ്പോൺസർ ചെയ്യുന്ന രാജ്യം പാകിസ്ഥാനാണെങ്കിൽ ആ പാകിസ്ഥാനെ ആക്രമിക്കുക എന്നുള്ളതും ആ പാകിസ്ഥാന് ശക്തമായ മറുപടി കൊടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ രാജ്യത്തിൻ്റെ ധർമ്മം. അതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ധർമ്മത്തോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് നിലനിൽക്കുന്നത്. പിന്നെ അങ്ങ് ചോദിച്ച ചോദ്യം ഏറ്റവും ഉച്ചത്തിൽ ചോദിക്കേണ്ട സമയം കൂടിയാണ്. ഇപ്പോൾ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ 7 പേര് വന്ന് റാൻഡം ഫയറിംഗ് ഉൾപ്പെടെ നടത്തി ഇത്രയും പേരെ കൊന്നതിനു ശേഷം അവർ ആ സീൻ രക്ഷപ്പെട്ട് അവർ പോയിരിക്കുന്നു. 3 ദിവസമാകുന്നു. ഇതുവരെ നമുക്ക് അവരെ കണ്ടുപിടിക്കാനോ നമുക്ക് അവരെ കൊല്ലാനോ അല്ലെങ്കിൽ അവരെ നേരിടാനോ നമുക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ പെഹൽഗാം പോലെ ഇത്രമാത്രം സെൻസിറ്റീവ് ആയിട്ടുള്ള, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ സുരക്ഷാ സൈനികരുടെ സാന്നിധ്യമില്ലാതെ ഉണ്ടായ സെക്യൂരിറ്റി വീഴ്ചകളുണ്ട്. ആ വീഴ്ചകളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിനകത്ത് അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ നമ്മൾ ഉത്തരവാദിത്തം പറയിപ്പിക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. നമുക്ക് എപ്പോഴും ആ ഉത്തരവാദിത്തം മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ല. എന്നെല്ലാം ഈ ഇത്തരത്തിലുള്ള ഈ വീഴ്ചകളുടെ ഉത്തരവാദിത്വം ഏൽക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോഴും അന്നെല്ലാം ഈ സർക്കാർ അതിൽ നിന്ന് ഒളിച്ചോടുക, അതിതീവ്ര ദേശീയത മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ സർക്കാരിനെ ചോദ്യം ചെയ്താൽ അത് രാജ്യദ്രോഹമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണം അഴിച്ചു വിട്ടുകൊണ്ട് സർക്കാരിൻ്റെ ഉത്തരവാദിത്വവും സർക്കാർ ഈ ജനങ്ങളോട് പറയേണ്ട മറുപടിയും മറച്ചു വെക്കാൻ ശ്രമിക്കുക. അതെല്ലാ കാലത്തും ഞാൻ നോക്കട്ടെ, പുൽവാമ 2019 ഉണ്ടായത്. 2019 പുൽവാമ ഉണ്ടായതിനു ശേഷം 6 വർഷം കഴിഞ്ഞിട്ടും ഈ സർക്കാരിൽ നിന്ന് നമുക്ക് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള മറുപടി ലഭിച്ചിട്ടില്ല. ഈ സർക്കാരിൻ്റെ തന്നെ ഭാഗമായിരുന്ന ജമ്മു കാശ്മീരിൻ്റെ ഗവർണറായിരുന്ന ആൾ ഉൾപ്പെടെ അതിൽ ഏറ്റവും ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചിട്ട് പോലും ഇന്ത്യൻ ഗവൺമെൻറ് അതിനെ സംബന്ധിച്ച് ഒരക്ഷരം മിണ്ടാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ലല്ലോ, പാർലമെൻറ്റിൽ ആക്രമണം നടന്നു. പാർലമെൻറ്റിൽ ആക്രമണം വലിയ ഭീകരമായിട്ടുള്ള ആർക്കും പരിക്കേൽക്കുന്ന ഒരു ആക്രമണമൊന്നും ആയിരുന്നില്ല. പക്ഷെ ആ ആക്രമണം നടന്നതിന് ശേഷം പാർലമെൻറ്റിൽ തന്നെ പ്രതിപക്ഷം ഇത് സംബന്ധിച്ചൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തണമെന്ന് പറഞ്ഞിട്ട് പോലും ആ സ്റ്റേറ്റ്മെൻറ്റ് പോലും നടത്താതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവരാണ്. അപ്പോഴെല്ലാം ഇവർ ഉന്നയിക്കുന്നത് ഇതാ ഇന്ത്യൻ രാജ്യത്തോട് ഇത്തരത്തിലുള്ള ഭീകരാക്രമണം നടക്കുമ്പോൾ രാജ്യത്തോട് ചോദിക്കുന്നത് അത് വലിയ പാതകമാണെന്നും ദേശദ്രോഹമാണെന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഗവൺമെൻറ്റുകൾ പുൽവാമ ഉണ്ടായപ്പോഴും ഉറിയും പത്താൻകോട്ട് ഉണ്ടായപ്പോഴും തുടർച്ചയായിട്ട് ജമ്മു കാശ്മീരിൽ നമ്മുടെ സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ, പോസ്റ്റുകൾക്കെതിരെ ആക്രമണവും അവിടെ നമ്മുടെ ധീര സൈനികർ രക്തസാക്ഷിത്വം വരിക്കുമ്പോഴുമെല്ലാം നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾക്ക് ഇത്തരത്തിലൊരു ചർച്ച നടത്തേണ്ടി വരില്ലായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കേന്ദ്രത്തിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശമാണ് അത്, കേന്ദ്ര ഭരണ പ്രദേശമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് ഉത്തരവാദിത്തമുള്ള പ്രദേശമാണ്. അവിടെ ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായി എന്നുള്ളത് പറഞ്ഞല്ലോ. എന്തായാലും സർക്കാർ തന്നെ സമ്മതിച്ചു കഴിഞ്ഞല്ലോ ഇന്നലത്തെ സർവകക്ഷി യോഗത്തിൽ. ആ സർവകക്ഷി യോഗത്തിനകത്ത് വെച്ച് ഇതിനെ സംബന്ധിച്ച് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കേന്ദ്രം തന്നെ സമ്മതിക്കുമ്പോൾ എന്ത് നടപടി എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ചർച്ചകൾ ആവശ്യമല്ലേ? പുൽവാമ ഉണ്ടായതിനു ശേഷം എന്ത് നടപടി സൈന്യത്തിനകത്തും ഉറപ്പായും പ്രധാന ചോദ്യമാണ്. അജിത് നായർ എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ രാഷ്ട്രീയമായി ഉന്നയിക്കൽ പ്രധാനം. ഇവരിപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമായി ഉന്നയിക്കുന്നതിൽ ഒപ്പം തന്നെ ഇനി ഇത്തരത്തിലൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ ആ ചോദ്യങ്ങൾ ഉറക്കെ ചോദിക്കേണ്ടതും അതിന് കാരണക്കാരായവരെ എതിരെ നടപടി ഉണ്ടാവേണ്ടതും ഒക്കെ അനിവാര്യമായ കാര്യങ്ങൾ തന്നെയാണ് ഈ രാത്രി. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെൽക്കം ബാക്ക് ടു ശ്രീനഗർ. നമ്മൾ നിൽക്കുന്ന ശ്രീനഗറിലെ ലാൽ ചൗക്കിലാണ്. ഇവിടെ ആ ക്ലോക്ക് ടവറിന് മുന്നിൽ ഒരു മെഴുകുതിരി പ്രതിഷേധം നടക്കുകയാണ്. ഇന്ന് രാഹുൽ ഗാന്ധി ഇവിടെ രാവിലെ എത്തിയിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിലാണ് ആ മെഴുകുതിരി പ്രതിഷേധം. ഇവിടെ ഭീകരവാദത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ പാകിസ്ഥാൻ മുർദാബാദ് എന്ന മുദ്രാവാക്യമൊക്കെ ഉയർത്തിക്കൊണ്ട് ആ പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മെഴുകുതിരി പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പം പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇവിടെ മെഴുകുതിരി പ്രതിഷേധം, ഇവിടെ ഇങ്ങനെ ഓരോരോ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്.
അപ്പൊ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇവിടെയുള്ള മുദ്രാവാക്യം പാകിസ്ഥാൻ ഗദ്ദാർ ഹേ, വഞ്ചകരാണ് എന്നൊക്കെ പറഞ്ഞുള്ള വലിയ മുദ്രാവാക്യം. അത് നാടിന്റെ രോഷത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ നടക്കുന്ന മെഴുകുതിരി പ്രതിഷേധം. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബാക്കി നമ്മുടെ ചർച്ചയിലേക്ക് വന്നാൽ ശ്രീ ടി പി ജയേന്ദ്രൻ മാഷ് ഇവിടെ രാജു പി നായർ പറയുകയായിരുന്നു, ആ ചോദ്യം രാഷ്ട്രീയമല്ല, ഇതിന്റെ സുരക്ഷാ വീഴ്ചയ്ക്ക് ഉത്തരവാദി ആര്? എന്തുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ അവിടെ പെർ ഡേ 2000-ഓളം ടൂറിസ്റ്റുകൾ വരുന്ന അവിടെ കാര്യമായി സൈനിക സാന്നിധ്യം ഉണ്ടാവാതെ പോയത്? എന്തുകൊണ്ടാണ് അതിനുശേഷവും അങ്ങോട്ടേക്ക് എത്താൻ വൈകിയത്? തുടങ്ങിയ സുരക്ഷാ പ്രശ്നങ്ങൾ ആരുടെ വീഴ്ചയാണെന്ന് ചോദിക്കുന്നത് അത് രാഷ്ട്രീയ ചോദ്യം മാത്രമല്ല. ടി പി ജയേന്ദ്രൻ മാസ്റ്റർ, ഇനി ഇങ്ങനെ ഒരു അങ്ങേയറ്റത്തെ ഘടനായി അങ്ങേയറ്റത്തെ സങ്കടം ഉണ്ടാവരുതാത്തതിന്റെ ആദ്യ സ്റ്റെപ്പ് കൂടിയാണ് ആ തെരച്ചിൽ, ആ പഠനം. അതുകൂടി നമ്മൾ അന്വേഷിക്കണ്ടേ ടി പി ജയേന്ദ്രൻ? ഹാഷ്മി, താങ്കൾ നിൽക്കുന്നത് ചരിത്രം അവിസ്മരണീയമാക്കിയ ലാൽ ചൌക്കിന്റെ മണ്ണിലാണ്. ഹാഷ്മിയോട് ഞാൻ അഭിനന്ദനത്തോടെ ഞങ്ങളോട് പറയുന്നത്, ഹാഷ്മി നിൽക്കുന്ന ഈ ലാൽ ചൌക്കിന് ഒരുപാട് ചരിത്രമുണ്ട്. ഹാഷ്മി, ഇന്ന് ചോദ്യം ചോദിച്ച രാജുവിന് അറിയാത്ത ഒരു ചരിത്രമുണ്ട്. എന്താണ് ഹാഷ്മി? വർഷങ്ങൾക്ക് മുമ്പ് ഈ ലാൽ ചൌക്കിൽ വന്ന് പാകിസ്ഥാന്റെ ഒരു പറ്റം ആളുകൾ വെല്ലുവിളിച്ചു, അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ കുടിച്ചു വളർന്ന ഏതെങ്കിലും ഒരു ഇന്ത്യൻ പട്ടിക്ക് ഈ മണ്ണിൽ, നിങ്ങൾ നിൽക്കുന്ന ലാൽ ചൌക്കിൽ ഭാരതത്തിന്റെ ദേശീയ പതാക ഉയർത്താൻ ചങ്കൂറ്റമുണ്ടോ എന്ന മുദ്രാവാക്യം മുഴക്കിയ മണ്ണിൽ നിന്നാണ് താങ്കൾ ഇന്ന് സംസാരിക്കുന്നത്. അന്ന് ഈ ഭീരുക്കളായ ഒരു ഭരണകൂടം ഒളിച്ചോടിയപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹാഷ്മി, താങ്കൾ ഇന്ന് ഇരിക്കുന്ന മണ്ണ് രാജുവിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമാണ്, ഹാഷ്മിയെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്തയുടെ കേന്ദ്രമാണ്. പക്ഷേ കേണൽ ഡെന്നിയെ പോലുള്ളവരെ ഞാൻ അങ്ങലേക്ക് എത്താം. എന്തോ ചെറിയൊരു സാങ്കേതിക പ്രശ്നം. ടി പി ശ്രീനിവാസൻ, നമ്മൾ ഇത്തരത്തിലുള്ള ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാനും ചുമ്മാതിരിക്കുന്നില്ലോ, അവരും ഷിംല കരാർ റദ്ദാക്കുമെന്ന് പറയുന്നതാണ്, അവരും നമ്മുടെ വ്യോമപാത അടയ്ക്കുകയാണ്, അവരും നമ്മുടെ പൗരന്മാർക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ലെന്നൊക്കെ പറയുകയാണ്. പിന്നെയും ഏതോ ഒരു ജീവിക്ക് മുറുമുറുപ്പ് എന്ന് പറയും മട്ടിൽ പാകിസ്ഥാനും അത്തരത്തിൽ പ്രതികരിക്കുന്നുണ്ട്. ഇത്തരം ഒരു സങ്കടത്തിന്റെ സാഹചര്യത്തിൽ, ഒരു വൈകാരികതയുടെ സാഹചര്യത്തിൽ നയതന്ത്ര തിരിച്ചടികൾ എത്ര ശതമാനം ഒരു പരിഹാരമാകും ടി പി ശ്രീനിവാസൻ? ഇതുവരെയുള്ള ചെയ്തിട്ടുള്ള നയതന്ത്ര പരിപാടികളൊന്നും ഇഫക്റ്റീവ് അല്ല. അപ്പോൾ നമ്മുടെ മിഷൻസിനെ വെട്ടിക്കുറച്ചത് കൊണ്ടോ, അവരുടെ ഡിപ്ലോമാറ്റ്സിനെ പറഞ്ഞയച്ചതുകൊണ്ടോ, ടൂറിസ്റ്റ് വരാതിരിക്കാൻ പറഞ്ഞതുകൊണ്ടോ ഒന്നും ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല. എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്നതാണിത്. അപ്പോൾ ഈ ഭീകരാക്രമണം മറ്റാക്രമണങ്ങൾ വ്യത്യസ്തമാകുന്നത് ഇന്നത്തെ ഒരു ഇൻ്റർനാഷണൽ സിറ്റുവേഷൻ കാരണമാണ്. പാകിസ്ഥാൻ വീണ്ടും വീണ്ടും ഒറ്റപ്പെടുകയാണ്. ചൈനയിലെ സഹായം പോലും അവർക്ക് ആവശ്യത്തിന് ലഭിക്കുന്നില്ല, ഭാവിയിൽ ലഭിക്കുകയുമില്ല. അമേരിക്കയുടെ സഹായം പണ്ട് ലഭിച്ചിട്ടുണ്ട്, അതില്ല. അറബ് രാജ്യങ്ങൾ, ഇറാൻ, ഇവരൊന്നും യാതൊരു തരത്തിലുള്ള ശബ്ദങ്ങളും ഇതിനെപ്പറ്റി ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ള ഭയം ഈ പുതിയ ലോകക്രമം രൂപീകരിക്കപ്പെടുമ്പോൾ എവിടെയാണ് പാകിസ്ഥാൻ്റെ സ്ഥാനം എന്നുള്ളതാണ്. അതിൻ്റെ ആശങ്കയിലാണ് അവരിതിനെ ഇപ്പോൾ ഈ സമയം കണ്ടുപിടിച്ചിരിക്കുന്നത്. എത്രയോ വർഷമായി സമാധാനപരമായി നിൽക്കുകയാണല്ലോ കാശ്മീർ. പക്ഷേ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതുപോലെ, കാരണം സർവൈവലിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. അന്ന് അവർ ആക്രമിച്ചില്ലായിരുന്നെങ്കിൽ സൗദി അറേബ്യയും കൂടി സൈൻ ചെയ്യുമായിരുന്നു അബ്രഹാം അക്കോർഡ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ടാണ് ഹമാസ് അങ്ങനെ അറ്റാക്ക് ചെയ്തത്. തന്നെത്താനെ നശിച്ചു പോയാലും തിരക്കേടില്ല, ഈ പ്രശ്നം ലോകത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അതായിരിക്കും അവരിനിയും ശ്രമിക്കുക. ഒരു യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ അവർ ശ്രമിക്കുക ഇന്ത്യ എന്തുകൊണ്ടാണ് ഇങ്ങനെ യഥാർത്ഥത്തിലുള്ളൊരു നയം സ്വീകരിച്ചിരിക്കുന്നത്, ഇത് വ്യത്യസ്തമാണ്, പാകിസ്ഥാനുമായിട്ടുള്ള സഹകരണം വർദ്ധിപ്പിക്കുകയല്ലേ വേണ്ടത് എന്നുള്ള ചോദ്യം അവർ നമ്മളോട് ചോദിക്കാൻ പോവുകയാണ്. പക്ഷെ നമ്മുടെ ഉത്തരം വളരെ വ്യക്തമാണ്. കാരണം ഞാൻ എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത്, ഇത് നടത്തിയാൽ ഭീകരവാദവും സംഭാഷണവും കൂടി നടക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഒന്ന് തീരുമാനിക്കുക. അപ്പോൾ അവർ സംഭാഷണത്തിൽ തീരുമാനിച്ചില്ല. അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. പക്ഷേ ഇനിയും സംഭാഷണം തുടരണമെങ്കിൽ എത്ര ജീവൻ നഷ്ടപ്പെടണം, എത്രമാത്രം ഇൻകൺവീനിയൻസ് ലോകത്തിനുണ്ടാകണം എന്ന് തീരുമാനിക്കേണ്ടത് പാകിസ്ഥാൻ തന്നെയാണ്. കാരണം ഇതിൻ്റെ ഇനിഷ്യേറ്റീവ് മുഴുവൻ പാകിസ്ഥാനിൽ നിന്നാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മറ്റു രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുകയോ അല്ലാതിരിക്കുകയോ ചെയ്യുക. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ക്രൂഷ്യൽ പോയിൻ്റാണ്. അവർക്കിതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കഴിയുമോ, അതോ ഒരു ഫെയിൽഡ് സ്റ്റേറ്റായി മാറിയിട്ട് മറ്റു രാജ്യങ്ങളുടെ സഹായം കൊണ്ട് മുന്നോട്ട് പോവുകയും അതേസമയം തന്നെ പല രാജ്യങ്ങളും പല ആളുകളും അവിടുന്ന് വിട്ടുപോവുകയും ചെയ്യുന്നു.
അപ്പോൾ ആ സമയത്ത് പാകിസ്ഥാൻ്റെ ഒരു ഡെസ്പറേറ്റ് ആക്റ്റാണിത്. അതുകൊണ്ട് അതിനെ അങ്ങനെ തന്നെ വേണം കാണാൻ. അപ്പോൾ പാകിസ്ഥാനെ മുഴുവൻ നശിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഭരണം അവിടെ സ്ഥാപിച്ചിട്ട് മുന്നോട്ട് പോവുക മാത്രമാണ് നമുക്ക് സാധ്യമായിട്ടുള്ളത്. അതിനിടയിൽ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകാൻ തീർച്ചയായും നമ്മളതിന് തിരിച്ചടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ശക്തമായ ഒരു പ്രതികരണത്തിൻ്റെ മാർഗങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അത് വരുമ്പോഴാണ് നമുക്കറിയാവുന്നത് എത്രമാത്രം ഭീകരമാണ് അവരുടെ അപ്രോച്ച് എന്ന്. അപ്പോൾ അതുകൊണ്ട് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കണം. ഇപ്പോൾ നമ്മൾ അഭിപ്രായം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ് ചിന്തിക്കാതിരിക്കുന്നതുകൊണ്ടൊന്നും അല്ല സംഭവിക്കാത്തത്. അതിനൊക്കെ സമയം ആവശ്യമാണ്. ലോക ജനതയുടെ അഭിപ്രായങ്ങൾ അറിയണം. ശ്രീമതി ഇന്ദിരാഗാന്ധി എത്രയോ രാജ്യങ്ങൾ സന്ദർശിച്ചതിന് ശേഷമാണ് ബംഗ്ലാദേശിലേക്ക് സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡിസ്കഷനോടുകൂടി നമ്മൾ ചെയ്യുന്നത് നമുക്ക് വിജയം വരും എന്നുള്ള തീർച്ചയോടുകൂടി തന്നെയാണ് ഇന്ത്യ പ്രവർത്തിക്കേണ്ടത്. അതിനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുക നമ്മുടെ ജോലിയല്ല. ഈ കാര്യം ഒരു വാർക്രൈക്ക് വേണ്ടി പറയുകയല്ല, നമ്മളൊരു ജിങ്കോയിസം പറയുകയില്ല. നമ്മൾ പാകിസ്ഥാനെ മൊത്തം നശിപ്പിച്ച് കളയണം, അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ, അവിടുത്തെ ഈ പറയുന്ന ഭരണകൂടത്തിന്റെ ഒക്കെ തെറ്റായ വൈകല്യങ്ങൾക്ക് അടിപ്പെട്ട് അതിന്റെ ഇരകളായി ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ മൊത്തം ശിക്ഷിക്കണം എന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ നമ്മുടെ മണ്ണിൽ കയറി നമ്മുടെ സൈനികരോട് ഏറ്റുമുട്ടൽ പോലും ഒരു പരിധിവരെ ഒരു ഫെയർ ആണെന്ന് പറയാം. അതുപോലും ഫെയർ. പക്ഷേ നിരായുധരായ മനുഷ്യരെ, അവർ കളിക്കാൻ വന്നവരെ, ചിരിക്കാൻ വന്നവരെ പോയിന്റ് ബ്ലാങ്കിൽ, വളരെ നമ്മുടെ നിഹാൽ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി പകർന്ന ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണുള്ള ആ കാര്യം. വളരെ പോയിന്റ് ബ്ലാങ്കിൽ ഒരു പ്രകോപനമുള്ള വെടിവെച്ച് കൊല്ലുന്നതിന് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ കഴിയില്ലെന്ന് മാത്രമല്ല, അവരെ എവിടെ പോയാലും നേരത്തെ നമ്മുടെ ഇവിടെ കണ്ട ജമ്മു കാശ്മീർ പ്രദേശവാസി പറഞ്ഞതുപോലെ തെരഞ്ഞു പിടിച്ച് തീർത്ത് കളയുക എന്നുള്ളത് അടിയന്തരമാണ്. അത് അതിപ്രധാനമാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ നിൽക്കുന്ന നേരത്തെ പറഞ്ഞതുപോലെ ലാൽ ചൌക്കിലാണ്. അവിടെ ഈ പറയുന്ന കോൺഗ്രസിന്റെ മെഴുകുതിരി റാലിയിലെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. പാകിസ്ഥാൻ മുർദാബാദ് എന്നുള്ളത് തന്നെയായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. എന്താണ് ബാക്കി കാര്യങ്ങൾ, ബാക്കി ഈ നാടിനെ തകർക്കാൻ വരുന്ന ഗദ്ദാർ വഞ്ചന ശക്തികളെ നിങ്ങൾ ഇവിടുന്ന് കടന്നുപോകും, പുറത്തു പോകും തുടങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ ഇവിടെ കേൾക്കുകയും ചെയ്തു. ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവരെന്താണ് നാളെ മുതൽ ഇവിടെ നടത്താൻ പോകുന്ന സമരപരിപാടികളുടെ ഡീറ്റെയിൽസ് പറയുകയാണ്. രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഓക്കെ, ടി.പി. ജയചന്ദ്രമാഷുമായിട്ടുള്ള സാങ്കേതിക പ്രശ്നം പരിഹരിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ടി.പി. ജയചന്ദ്രമാഷിലേക്ക് പോകുന്നതിന് മുൻപ് നേരത്തെ മുംബൈ ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ അന്നത്തെ മന്ത്രി രാജിവെക്കണം എന്ന് ബി.ജെ.പി. പരസ്യമായ നിലപാട് സ്വീകരിച്ചതാണ്. രാജിവെക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പി. ചിദംബരം വരുന്നത്. അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. आपमें सामर्थ्य है तो मुझे जवाब दीजिए, ये जो आतंकवादी हैं, ये नक्सलवादी हैं, उनके पास शस्त्र और बारूद कहां से आता है? वो तो विदेश की धरती से आता है और सीमाएं संपूर्ण रूप से आपके कब्जे में है। सीमा सुरक्षा बल आपके कब्जे में है। जो आपके कब्जे में है उसको तो संभालो, और जो विदेश से बारूद आता है, शस्त्र आते हैं, आतंकवादियों के पास पहुंच जाते, उसको तो रोको। जवाब नहीं है। मैंने उनको दूसरा सवाल पूछा। हमने कहा आतंकवादियों के पास धन आता है, हवाले से आता है, पूरा मनी ट्रांजैक्शन का कारोबार भारत सरकार के कब्जे में है, आरबीआई के अंडर में है, बैंकों के माध्यम से होता है। क्या प्रधानमंत्री आप इतनी निगरानी नहीं रख सकते कि ये जो धन विदेश से आकर के आतंकवादियों के पास जाता है आपके हाथ में है, राज्य उसमें कहीं बीच में नहीं आते, आप उसको क्यों नहीं रोकते हैं? क्यों नहीं पकड़ पाते हो? आप उसके लिए क्या करना चाहते हो? मैंने तीसरा सवाल उनको पूछा कि विदेशों से घुसपैठ ही आते हैं, घुसपैठ ही आतंकवादियों के रूप में आते हैं। അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി വളരെ പ്രത്യക്ഷമായി തന്നെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ കോൺഗ്രസ് കാണിക്കുന്ന ഒരു കൺസ്ട്രെയിൻ അല്ലെങ്കിൽ വാക്കുകളെ സമവായം പോലെ ഒരു സമവായം ഒന്ന് മുഖ്യമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദി ബി.ജെ.പിയെ കാണിച്ചിരുന്നില്ല. അതിർത്തി നിങ്ങളുടെ കയ്യിലാണ്, അതിർത്തി സുരക്ഷയുടെ വീഴ്ച ആരേറ്റെടുക്കുമെന്ന് ചോദിക്കുന്ന നരേന്ദ്രമോദിയാണ്. ഈ പറയുന്ന രീതിയിൽ അതിർത്തി കടന്ന് വിദേശികളായ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ ആളുകളെ കൊന്നിട്ട് പോകുന്ന ഉത്തരവാദി ആരാണ്? ആർബിഐ നിങ്ങളുടെ കയ്യിലല്ലേ? അവരുടെ സാമ്പത്തിക സഹായം കിട്ടുന്നത് എങ്ങനെയാണ്? തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെ രൂക്ഷമായി ഷാർപ്പായി കോൺഗ്രസിനോട് ചോദിക്കുകയായിരുന്നു അന്ന് മുഖ്യമന്ത്രി നരേന്ദ്രമോദി. ആ ചോദ്യങ്ങൾ ഇപ്പോൾ പ്രധാനമന്ത്രിയാകുന്ന നരേന്ദ്രമോദിക്കെതിരെയും വന്നാൽ പ്രശ്നമുണ്ടോ? ടി.പി. ജയചന്ദ്രൻ.
ഹാഷ്മി, ഞാൻ ലാൽ ചൗക്കിൻ്റെ പ്രാധാന്യം പറഞ്ഞ് തുടങ്ങിയപ്പോഴാണ് നമ്മൾ തമ്മിലുള്ള ആശയവിനിമയത്തിന് എന്തോ കുഴപ്പം സംഭവിച്ചത്. ഞാൻ രാജു പി നായരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് ഹാഷ്മി നിൽക്കുന്ന ലാൽ ചൗക്കിൻ്റെ മണ്ണിൽ ഇന്ത്യൻ പതാക ഉയർത്താൻ ധൈര്യമുള്ള ഏതെങ്കിലും അമ്മയുടെ അമ്മിഞ്ഞപ്പാല് കുടിച്ച് വളർന്നവരുണ്ടോ എന്ന ചോദ്യം രാജു പി നായർ ഓർക്കുന്നോ എന്ന് എനിക്കറിയില്ല. അന്ന് ഇന്ത്യൻ ഭരണകൂടം ഒളിച്ചോടിയപ്പോൾ നിങ്ങൾക്കറിയുമോ, ഈ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ്റെ നേതൃത്വത്തിലാണ് ആ ലാൽ ചൗക്കിൻ്റെ മണ്ണിൽ അന്ന് ഭാരതത്തിൻ്റെ പതാക ഉയർത്തിയത്. അന്ന് ആ മണ്ണിൽ പാകിസ്ഥാന്റെ പതാക പാറിക്കളിച്ച ഒരു കാലഘട്ടത്തിൽ ക്രിയാത്മകമായി പ്രതികരിക്കാത്തവർ ഇന്ന് ചോദിക്കുന്നു സുരക്ഷാ വീഴ്ചയുണ്ടോ? 2 പ്രധാനമന്ത്രിമാരെ കൊലയ്ക്ക് കൊടുത്ത് ഉത്തരം പറയാൻ കഴിയാത്തവർ ഇന്ന് ചോദിക്കുന്നു സുരക്ഷാ വീഴ്ചയുണ്ടോ? ഇന്നലെ ഇതേ വ്യക്തി മറ്റൊരു ചാനലിൽ വന്ന് ചോദിച്ചത് പാകിസ്ഥാനാണ് എന്നതിന് നിങ്ങൾക്ക് തെളിവുണ്ടോ എന്നായിരുന്നു. ഹാഷ്മി, ഞാൻ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾക്കൊരു വാർത്തയാണ്, രാജുവിന് രാഷ്ട്രീയമാണ്, ഡെന്നിയെപ്പോലുള്ളവർക്ക് അവരെ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്ന രാജ്യമെന്ന വികാരമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ഥാപക പ്രസിഡന്റ് ഇന്ത്യയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടി, കശ്മീരിനെ ഇന്ത്യയിൽ ലയിപ്പിക്കുന്നതിന് വേണ്ടി ജീവത്യാഗം ചെയ്ത് നേടിയ ഒന്നിന്റെ കാര്യമാണ്. ആ 370 കൊലയ്ക്ക് കൊടുത്തത് നിങ്ങളാണ്. പുൽവാമയിൽ 41 പേരെ കൊലയ്ക്ക് കൊടുത്തത് നിങ്ങളാണ്. ജയേന്ദ്ര മാഷെ, നമ്മൾ നേർക്കുനേർ ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവരാണ്, മുൻ സൈനിക ഉദ്യോഗസ്ഥരാണ്, ജനറൽ GD ബക്ഷിയാണ്. അപ്പൊ ആ ചോദ്യം ഉയരുമ്പോൾ അസ്വസ്ഥമാവേണ്ട കാര്യമുണ്ടോ? ഒരു നല്ലതിനു വേണ്ടി ആ ചോദ്യത്തെ അഡ്രസ് ചെയ്തുകൂടെ TP ജയേന്ദ്രൻ? അല്ല, രാജീവ് ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്, നമുക്ക് കേൾക്കില്ല, ഒന്നും സമ്മതിക്കില്ല. ഈ രാജ്യത്തിന് 2 പ്രധാനമന്ത്രിമാർ, ആ പ്രധാനമന്ത്രിമാർ ജീവൻ ബലിയർപ്പിച്ചത് രാജ്യത്തിന് വേണ്ടിയാണ്. കൊലയ്ക്ക് കൊടുത്തു ചറ്റത്തിന് പറയുന്നോ? നിങ്ങളുടെ രാജു അവിടെ ഇരിക്കുന്നേ, ആര് ഭരിക്കുമ്പോഴാണോ? TP ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ ഇവിടെ ചോരയൊഴുക്കിയതെന്ന് ഈ രാജ്യത്തിന്റെ രക്തസാക്ഷികളാണ്. ഒരൊറ്റ രാജ്യപിതാർ വൈകാര്യമാവല്ലേ രാജ്യപിതാർ വൈകാര്യമാവല്ലേ? ഞാൻ ചോദിക്കുന്നു. അല്ലല്ല, TP ജയേന്ദ്ര മാസ്റ്റർ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ രാജ്യത്തിന് വേണ്ടി ചോരയൊഴുക്കിയെങ്കിൽ രാജ്യത്തിന്റെ രക്തസാക്ഷികളാണ് രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി അടക്കം. സംശയമുണ്ടോ? TP ജയേന്ദ്ര മാസ്റ്റർ, അല്ലല്ല ഒരു മിനിറ്റ്, അല്ലല്ല, ഞാൻ രാജു പി നായരുടെ വൈകാരികത മനസ്സിലാക്കുന്നു. പോട്ടെ, രാജു പി നായർ ഒരു മിനിറ്റ്, ഒന്നും കേൾക്കില്ല, ആരും പറഞ്ഞൊന്നും കേൾക്കില്ല. ഞാൻ ചോദിക്കുകയാണ്. ഒറ്റ മിനിറ്റ്, ഒരു മിനിറ്റ്. ശരി. അല്ല, ഒരു മിനിറ്റ്. TP ജയേന്ദ്ര മാഷെ, രാജു പി നായർ വൈകാരികമാവുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ ഈ രാജ്യത്തിന് വേണ്ടി ചോരയൊഴുക്കിയവരാണ്, കോൺഗ്രസിന് വേണ്ടി ചോരയൊഴുക്കിയവരല്ല. ഈ രാജ്യത്തിന്റെ രക്തസാക്ഷികളാണ്. ആരാണ്? നമ്മുടെ ഈ രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി അടക്കം ഈ രാജ്യത്തിന് വേണ്ടി അവരുടെ ചുടുരക്തമൊഴുക്കി ഈ രാജ്യത്തിന്റെ ബലിദാനികളല്ലേ TP ജയേന്ദ്ര മാഷെ? അപ്പൊ അവരെ പറ്റി അങ്ങനെ പറയുമ്പോ രാജു പി നായർ വൈകാരികമാവുന്ന കുറ്റമുണ്ടോ? അതേപോലെ ടൂറിസ്റ്റുകളെ, നിരായുധരായ ടൂറിസ്റ്റുകളെ, അംഗരക്ഷകരില്ലാത്ത ടൂറിസ്റ്റുകളെ കൊന്നതിൽ തെളിവ് ചോദിക്കുന്നവൻ എന്ത് രാജ്യസ്നേഹമാണ് ഉള്ളത്? എന്തിന്റെ പേരിലാണ് ഇന്ത്യ പ്രധാനമന്ത്രിയുടെ ജീവൻ കൊടുക്കേണ്ടി വന്നത്? അവരുടെ സുരക്ഷ ആരുടെ ബാധ്യതയായിരുന്നു? ആരുടെ പരാജയമാണ്? അതിന് ഉത്തരം ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ടോ? രാജ്യത്തിലെ ഭീകരന്മാരെ വളർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ചതിന്റെ ഫലമല്ലേ ഈ ചർച്ചയിൽ രാഷ്ട്രീയം പറയരുത് എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ക്ഷമ കാണിക്കുന്നില്ല? സ്വന്തം പ്രധാനമന്ത്രിമാരുടെ ജീവൻ ത്യാഗമെന്ന് പറയുന്നവർ, അവരുടെ സുരക്ഷ ആരുടെ ബാധ്യതയായിരുന്നു? ആ സുരക്ഷ ബാധിക്കുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിപ്പില്ലാത്തവർ എന്ത് ധാർമ്മികതയുള്ളത്? ഇനി നിങ്ങൾ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. നോക്കൂ, ഇന്നലെ ചോദിച്ചു ഇവർ രാജ്യത്തിന് TP ജയേന്ദ്ര മാഷെ, പക്ഷേ താങ്കൾ എത്ര ചരിത്രം പറയുന്നതുകൊണ്ടോ നമുക്ക് നിലവിലുള്ള പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോട്ടം സാധ്യമാണോ? TP ജയേന്ദ്ര മാഷെ, നമുക്ക് നേർക്കുനേർ കുറച്ചുകൂടി ആർജവത്തോടെ ഉത്തരം പറയാൻ കഴിയേണ്ട കാര്യത്തിൽ ഇപ്പൊ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലേ? രാജീവ് ചന്ദ്രശേഖരൻ പറയുകയാണ് അവിടെ സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായി എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം പറയുകയാണ്. അപ്പൊ കുറച്ചുകൂടി ഗൗരവത്തോടെ ആ ചോദ്യത്തെ അഡ്രസ് ചെയ്യണ്ടേ? പഴയകാല ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് നമ്മുടെ 28 നിരപരാധികളായ പാവങ്ങൾക്ക്
തോക്കിൻ മുൻപിൽ ജീവൻ തീരാനിടയായ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അത് പരിശോധിക്കണം എന്ന് കുറച്ചുകൂടി ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ പറയേണ്ടതല്ലേ ഭരിക്കുന്ന പാർട്ടി? ടി പി ജയേന്ദ്രൻ. ഹാഷ്മി, ഞാൻ നിങ്ങൾ ചോദിച്ചതിനൊക്കെ ഉത്തരം പറയും, എന്നെ പറയാൻ സമ്മതിക്കുമെങ്കിൽ. സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ വസ്തുതകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ രാജ്യത്ത് ഇത്തരം അക്രമങ്ങൾ നടന്നു കഴിഞ്ഞാൽ അത് പരിശോധിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട്. ആ നടപടികൾ പരിശോധിച്ച് വിധി പറയേണ്ടത് ചാനൽ ചർച്ചകളിലുള്ള ആങ്കർമാരോ നിങ്ങളോ ഞാനോ അല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത്തരം നടപടികൾ ഇന്ത്യൻ ഭരണകൂടവും ഇന്ത്യയുടെ പ്രതിരോധ വിഭാഗവും ഇന്ത്യൻ പട്ടാളവും ഇറങ്ങിത്തിരിക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഹാഷ്മി. ഒന്ന്, ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സമയപരിധി ആയോ എന്ന കാര്യത്തിലും അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ബൈരസൺ വാലിയിൽ ടൂറിസ്റ്റുകളെ അനുവദിച്ചതിൽ ഇന്ത്യൻ പട്ടാളത്തിന്റെ അനുമതി ഉണ്ടായിരുന്നുവോ? ഇന്ത്യൻ പട്ടാളത്തെ അറിയിച്ചിരുന്നുവോ? ആരാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദി? ഇതൊക്കെ പരിശോധിക്കേണ്ടതല്ലേ ഹാഷ്മി? സ്വാഭാവികമായിട്ടും ഇതൊന്നും പരിശോധിച്ച് തർക്കിക്കേണ്ട സമയമല്ല എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. കാരണം നമ്മളിൽപ്പെട്ട നിരായുധരായ ഞാനിവിടെ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് ഈ പഹൽഗാം ഏതെങ്കിലും സമയത്ത് അടച്ചിടുന്ന ഒന്നല്ല. അമർനാഥ് തീർത്ഥയാത്രയുടെ സമയത്ത് അവിടെ കുറച്ച് സുരക്ഷ കൂടുമെന്നല്ലാതെ പഹൽഗാമിൽ ഈ പറയുന്ന സ്പോട്ട് ഏതെങ്കിലും സമയത്ത് അടച്ചിടുന്ന ഒന്നല്ല എന്നാണ് ഇവിടുത്തെ ഒരു പ്രദേശവാസി ഒരു തിരുവച്ചവടക്കാൻ എന്നോട് പറഞ്ഞത്. അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷക. ഇവിടെ ജമ്മു കാശ്മീർ പോലീസിന്റെ कैसा है जी? बढ़िया है? हाँ बढ़िया है. आपका नाम क्या है? मेरा नाम है महमूदा. अच्छा. അപ്പോൾ ജമ്മു കാശ്മീർ പോലീസിന്റെ ആളുകൾക്ക് നമ്മളോടൊന്ന് കഴിയാറായോ ചോദിക്കുന്നുണ്ട്. അതിപ്പോ ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടൊക്കെയാണ്. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാശ്മീരിന്റെ രാത്രികൾക്ക് തണുപ്പേറി വരുന്ന മണിക്കൂറാണ്. ഇനി അങ്ങോട്ടേക്ക് രാത്രിയൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പെന്ന് പറഞ്ഞു. പക്ഷേ ഇവരുടെ ഹൃദയങ്ങൾക്ക് രോഷത്തിന്റെ ചൂടാണ്. അങ്ങേയറ്റം നിരാശയുടെ ചൂടൊക്കെ ഉണ്ട്. കേരള സ്റ്റിന്നി, ആ നിരാശയുടെ രോഷത്തിന്റെ ചൂട് കശ്മീരിന് മാത്രമല്ലല്ലോ, നമ്മുടെ രാജ്യത്തിന് ഒന്നാകെയുള്ള വലിയ വികാരമല്ലേ. നമ്മൾ ഈ പറയുന്ന ഹിമാൻഷുവിന്റെ വൈധവ്യത്തിന്റെ വേദന, നമ്മൾ കേട്ട അവിടെ ആതിര നേരിൽ കണ്ട കാഴ്ചകൾ പറയുന്ന ആതിരയുടെ സങ്കടം, ട്രോമ, ഇതൊക്കെ എല്ലാവരുടെ വേദനയാണ്. ആ വേദനയ്ക്കുള്ള പരിഹാരം അല്ലെങ്കിൽ നീതി പുലർന്നുവെന്ന ബോധ്യമുണ്ടാവുക സൈനിക പരിഹാരത്തിലൂടെയാണ്. അക്കാര്യത്തിൽ തർക്കം വേണ്ട. കേണൽ സ്റ്റിന്നി പൂർണ്ണമായും സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. ഓരോ കാര്യങ്ങൾ നോക്കി എവിടെ ഏത് രീതിയിൽ ഏത് സസ്പെൻസ് ഫാക്ടറിൽ അടിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടതൊക്കെ സൈന്യം തന്നെയാണ്. എങ്കിൽ കൂടിയും എപ്പോഴാകും ആ സൈനിക പരിഹാരം എന്ന് ഈ രാത്രികളിൽ, ഈ ദിവസങ്ങളിൽ ഓരോ ഇന്ത്യൻ പൗരനും മനസ്സിലാലോചിക്കുന്ന കാര്യമാണ്. ഡിന്നി, അതിനവരെ പഴിക്കാനും പറ്റില്ല. തീർച്ചയായിട്ടും ശ്രീ ഹാഷ്മി, ഒരിക്കലും നമുക്ക് അവരെ കുറ്റം പറയാനും പറ്റത്തില്ല. അതുപോലെ തന്നെ അങ്ങനെ ഒരു വികാരം അവരുടെ ഉള്ളിൽ ഉണ്ട്. അത് നമ്മളെല്ലാവരുടെയും ഉണ്ട്. നമ്മൾ മാത്രമല്ല, അവിടെ ശ്രീ ഹാഷ്മി സംസാരിച്ച കശ്മീരിയുടെ മനസ്സിൽ പോലും ആ ഒരു വികാരമാണ്. അതായത് ഈ ചെയ്ത ആളുകളെ മുന്നിൽ കൊണ്ടുവരും, അവർ തന്നെ കൊല്ലും എന്നുള്ള രീതിയിലാണ്. ഇതൊക്കെ ഒരു വലിയൊരു മാറ്റമാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അതിന്റെ നമ്മുടെ എന്താ പറയാ, സാധാരണക്കാർ ഇപ്പം ശ്രീ ഹാഷ്മി തന്നെ അവിടെ നിൽക്കുന്നത് ഒന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. എത്രയോ പേര് വളരെ ഈസി ആയിട്ട് അവിടെ നടന്ന് ഒക്കെ പോകുന്നു. പെട്ടെന്ന് ഒരാളിങ്ങനെ വന്ന് അവിടെ വെടിവെക്കുകയാണെങ്കിൽ എന്തുമാത്രം ഒരു ട്രോമ ആയിരിക്കും അത്. അപ്പൊ അതേപോലെ അത് പ്രത്യേകിച്ച് വെളിയിൽ നിന്ന് അവരുടെ കുടുംബമായിട്ട് വന്ന് കുറച്ച് നല്ല സമയം ചെലവഴിക്കണമെന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അതും പിന്നീട് ഐഡന്റിറ്റി കാർഡ് നോക്കി അവരെ വധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു ട്രോമ തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു നീതി എന്ന് പറയുന്നത് അവർക്ക് ശിക്ഷ കൊടുക്കുക തന്നെയാണ്. ഈ അവർക്ക് എന്ന് ഞാൻ പറയുമ്പം അത് എനിക്ക് വളരെ ക്ലിയർ ആണ് ആരാണത്. അതായത് ഈ കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്യുന്നത് പാകിസ്ഥാൻ സൈന്യമാണ്. ഇത് പാകിസ്ഥാന്റെ സിവിലിയൻസ് അല്ല, പാകിസ്ഥാന്റെ സൈന്യമാണ് ഇതിന്റെ ബാക്കിൽ. അതാണ് ഇതിപ്പോ ഇന്നലെ തുടങ്ങിയതല്ല, ഇത് വർഷങ്ങളോളം തുടങ്ങിയിട്ട് ഉള്ളൊരു സംഭവമാണ്. 1989 തൊട്ടേ ഈ സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പം ലാൽ ചോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരിക്കലും നമ്മളൊക്കെ അവിടെ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അങ്ങോട്ട് എൻറ്റർ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഇപ്പം നമ്മൾ വളരെ ശാന്തമായിട്ട് പോകുന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അവിടെ ശാന്തി വന്നു. അതിനകത്ത് അവിടെ നല്ലൊരു സമയം ആ കശ്മീരികൾക്ക് കിട്ടുമെന്നുള്ള ഒരു ഹോപ്പ് അവർക്കുണ്ടായിരുന്നു. അത് എങ്ങനെയെങ്കിലും തകർക്കണമെന്നുള്ള പാകിസ്ഥാൻ ആർമിയുടെ ആവശ്യമാണ്. നമ്മൾ അതിനു മുമ്പ് താങ്കൾ നേരത്തെ പറഞ്ഞ പാക് പട്ടാള മേധാവിയുടെ പ്രതികരണമൊക്കെ ഒന്ന് തിരിഞ്ഞു പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന ആക്രമണത്തിന്റെ ദിവസം 3-4 ദിവസം മുമ്പാണ് ഈ കശ്മീർ എന്ന് പറയുന്നത് അവരുടെ പാകിസ്ഥാന്റെ ജുഗുലാർ വെയിനാണ്, ഞങ്ങൾ പിടിക്കുമെന്ന പ്രഖ്യാപനം അയാൾ നടത്തുന്നത്. അങ്ങേയറ്റം ഇന്ത്യ വിദ്വേഷ വെറിയൻ വർത്താനം നടന്ന ഈ 3 ദിവസം മാത്രം മുൻപാണ് കാശ്മീർ പിടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റൊരു തീവ്രവാദിയുടെ പ്രസംഗം നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരാഴ്ച മുമ്പ് തന്ന പ്രസംഗം നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മുടെ ഒരു നോട്ടപ്പിശക് അവിടെ ഉണ്ടായോ എന്ന പരിശോധന ഉണ്ടാവണ്ടേ ഡിന്നി? ഇത്രത്തോളം പ്രകോപന പ്രസംഗങ്ങൾ അതിർത്തിക്കപ്പുറത്ത് നമ്മൾ ഇപ്പോൾ കേൾക്കുമ്പോൾ
തീർച്ചയായിട്ടും ശ്രീ ഹാഷ്മി, അതിനകത്ത് യാതൊരു സംശയമില്ല. അതെല്ലാം അന്വേഷിക്കേണ്ട കാര്യമാണ്. ചോദ്യങ്ങളും വളരെ ലെജിറ്റിമേറ്റായിട്ടുള്ള ചോദ്യമാണ്. ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യാം, അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. അതിന്റെ ഒരു രീതി ഉണ്ട്. അപ്പൊ ആ ചോദ്യങ്ങളും ചോദിക്കാം, അതിന് ഉത്തരം പറയാനുള്ള കടമയുണ്ട്, അതിന് ഉത്തരം ഉണ്ട്. അതിന് ഉത്തരത്തിന്റെ ഉള്ള ഇപ്പൊ കാരണം എന്താണ്, ഇപ്പൊ ഒരു 2 ദിവസം ഒക്കെ ആയിട്ട്, അപ്പൊ അതിന്റെ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. ഇന്നലത്തെ ആ ഓൾ പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് നമുക്ക് പുറത്തു വന്നപ്പോഴാണ് ഒരു ന്യൂസ് കിട്ടിയത്. അതായത് സൈന്യത്തിനടുത്ത് പറയാതാണ് അവിടെ ഓപ്പൺ അപ്പ് ചെയ്തത്. ഇപ്പൊ ശ്രീ ഹാഷ്മി പറഞ്ഞ പോലെ വളരെ കറക്റ്റ് ആണ്. അവിടെ എല്ലാ ഏരിയയും ടൂറിസ്റ്റ് സ്പേസ് ആണ് അവിടെ. അല്ലാതെ ഇന്ന ഏരിയ ചില ലാൽ ചോക്ക് ഉണ്ട്, അല്ലെങ്കിൽ ദൽ ലേക്ക് ഉണ്ട്, അല്ലെങ്കിൽ പേൽഗാം ഉണ്ട്, ഗുൽമർഗ് ഉണ്ട്, സോനമർഗ് ഉണ്ട്, ഗാന്ദർബൽ ഉണ്ട്. അങ്ങനത്തെ കുറെ ഏരിയകൾ മാത്രമല്ല, അവിടെ ട്രെക്കിങ്ങിനൊക്കെ ധാരാളം ആളുകൾ പോകാറുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്, അതായത് ഇവരടുത്ത് ഒരു ഏരിയയിലൂടെ പോകണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ അവിടെ നിന്ന് പോകാറില്ല. കാരണം അവിടുത്തെ ലോക്കൽ ഗൈഡ്സ് ഒക്കെ പറയും ഈ ഏരിയയിലൂടെ പോകാന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ അറിയത്തില്ല അവർ പോയോ ഇല്ല എന്നുള്ളത്. നമ്മൾ വിചാരിക്കുന്ന അവർ മറ്റേ ഏരിയയിലൂടെ മാത്രമേ പോകത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കുറെ അവിടെ കോംപ്ലക്സിറ്റീസ് ഉണ്ട്. പക്ഷെ അതൊന്നും ഒരു കാരണമായിട്ടല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും ഇങ്ങനത്തെ രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. ആൻഡ് പരിശോധിക്കുന്ന ലെവലും കറക്റ്റ്. അതായത് ഏറ്റവും താഴെ തട്ടിൽ തൊട്ട് ഏറ്റവും മുകളിൽ ലെവലിലേക്ക് എന്ത് ഡിസിഷൻ എടുത്തിട്ടുണ്ടോ ആ ഡിസിഷന്റെ ബേസിലാണോ അവിടെ എന്തെങ്കിലും മാറ്റം സംഭവിച്ചത്. നേരത്തെ ജനറൽ GD ബക്ഷിയുടെ കാര്യം പറഞ്ഞ പോലെ, അതായത് അവിടുത്തെ സൈനിക എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടോ? എന്റെ അറിവിൽ അങ്ങനെ മാറ്റിയിട്ടൊന്നുമില്ല. കാരണം 2020 ചൈനീസുമായിട്ടുള്ള ഇഷ്യൂ വന്നപ്പം ഇവിടുന്ന് ട്രൂപ്സ് പോയത്. അത് ട്രൂപ്സിന്റെ ആ ബാലൻസും ഈ റിസർവ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുന്ന അതൊരു സ്വാഭാവികമായിട്ടുള്ള സൈനിക നടപടിയാണ്. പക്ഷെ ഇതിന് മുമ്പ് ഉള്ളത് ജമ്മു ഏരിയയിലായിരുന്നു കൂടുതൽ ഭീകരവാദം വന്നിട്ടുള്ളത്. അപ്പൊ ആ ഏരിയയിലായിരുന്നു കോൺസെൻട്രേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതെല്ലാം ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതിനകത്ത് ധാരാളം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് ഉത്തരവും കിട്ടും. ആൻഡ് ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അതായത് ആർമിയുടെ എന്തായാലും ഞാൻ അങ്ങനെ എത്താം സാർ. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പഹൽഗാമിൽ സൈന്യത്തെ അറിയിക്കാതെ കാര്യങ്ങൾ തുറന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ സംസാരിക്കുമ്പോൾ, നമ്മളിവിടെ പ്രദേശവാസികൾ സംസാരിക്കുമ്പോൾ, പഹൽഗാം എന്ന് പറയുന്ന സ്ഥലമാവട്ടെ, ഈ അങ്ങേയറ്റം നാട് ഞെട്ടിയ ഈ സംഭവം നടന്ന സ്ഥലമാവട്ടെ, അത് അങ്ങനെ അടക്കലില്ലെന്നേ. അതെപ്പോഴും തുറന്ന് എപ്പോഴും ആളുകൾ പോകുന്ന ഒരു സ്ഥലമാണ്. ആകെയുള്ള വ്യത്യാസം അമർനാഥ് തീർത്ഥാടന കാലമാകുമ്പോഴേക്കും അതിന്റെ സൈഡിൽ സുരക്ഷാ വിന്യാസങ്ങൾ കൂടും എന്നതല്ലാതെ അടക്കിയ തുറക്കുക എന്നൊരു പ്രോസസ് ഇല്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത് പഹൽഗാം എന്ന സ്ഥലമല്ല, അതിനടുത്തുള്ള എവിടോ സ്ഥലത്തെ പ്രദേശവാസിയായ ഒരാൾ തിരുവച്ചർ ഈ അടുത്തവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല. നേരത്തെ ശ്രീ GD ബക്ഷിയുടെ കാര്യം പറഞ്ഞിരുന്നു കേണൽ എസ്റ്റിനി. GD ബക്ഷിയുടെ ആ പ്രതികരണം അർണവുമായി സംസാരിക്കുമ്പോൾ നടത്തിയ പ്രതികരണം ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്. രോഷാകുലമായി പ്രതികരിക്കുന്ന GD ബക്ഷിയാണ്. GD ബക്ഷിയുടെ പ്രതികരണം ദിവസങ്ങളിലൊക്കെ വളരെ സജീവമായി ചർച്ചയാവുന്നുണ്ട്. രാജീവ് പി നായർ ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി പറയുന്നത് പോലെ ഉടൻ തന്നെ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും റെസിഗ്നേഷൻ ആവശ്യപ്പെടണം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ മൂവിലേക്ക് പോയിക്കൂടെ. പക്ഷേ GD ബക്ഷി പറയുന്ന ആരാണ് അവിടെ സൈന്യത്തിന് എണ്ണം കുറച്ചത്, എന്തുകൊണ്ടാണ് അവിടെ കാര്യമായ സുരക്ഷാ സംവിധാനം ഈ സമയം അത്രയും ഉണ്ടാവാതെ പോകുന്നത്, എന്തുകൊണ്ടാണ് നമ്മളവിടെ കൊല്ലപ്പെട്ട നർവാളിന്റെ സഹോദരിക്ക് 1.5 മണിക്കൂറോളം തന്റെ സഹോദരന് ജീവനുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് എത്താൻ വൈകി എന്ന് പറയേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങൾ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കക്ഷി രാഷ്ട്രീയ വാക്പോരിനപ്പുറം വളരെ വിശദമായ ചർച്ച ഉണ്ടാവണം രാജീവ് പി നായർ. അതേസമയം തന്നെ മറു സൈഡിൽ സൈനികമായ നിയന്ത്രണപരമായ അങ്ങേയറ്റ് പാകിസ്ഥാൻ ഒരു കാലവും മറക്കാത്ത തിരിച്ചടി കൊടുക്കുമ്പോൾ തന്നെ രാജീവ് പി നായർ. ആഷ്മി, അതിനു മുമ്പായിട്ട് ഞാൻ 24നോടും എൻ്റെ ശ്രീ TP ജയചന്ദ്രൻ ഒഴിച്ചുള്ള മറ്റ് സഹപാനലിസ്റ്റുകളോടും പ്രേക്ഷകരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത്. കാരണം വൈകാരികമായ വിഷയമായതുകൊണ്ടാണ്. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അവരുടെ ചോര വീഴുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിട്ട് തങ്ങളുടെ സുരക്ഷാ സേനയിൽ നിന്ന് സിഖ് വിഭാഗത്തിൽപ്പെട്ടവരെ മാറ്റണം എന്ന് റിപ്പോർട്ടുണ്ടായിട്ട് പോലും ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തോട് ഞാൻ കാണിക്കുന്ന വിശ്വാസവഞ്ചനയായിരിക്കും അതെന്ന ഉത്തമ ബോധ്യത്തോടു കൂടി താൻ കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞിട്ടും ആ നടപടി ഏറ്റെടുത്ത് മുന്നോട്ട് പോയി രക്തസാക്ഷിത്വം കൈവരിച്ചവരാണ് ഇന്ദിരാഗാന്ധി. അവരുടെ ചോരയുടെ ബലത്തിലാണ് ഖാലിസ്ഥാൻ വാദം ഇന്ത്യയിൽ അടിച്ചമർത്തപ്പെട്ടത്. അതുപോലെ തന്നെയാണ് ശ്രീലങ്കയിൽ ആ കാലഘട്ടത്തിൽ അന്ന് LTTയുടെ നിയന്ത്രണത്തിലേക്ക് ആ രാജ്യം പോയിരുന്നെങ്കിൽ ഇന്ന് ഉള്ളതിനേക്കാൾ വലിയ സ്വാധീനത്തിൽ ചൈന ആ പ്രദേശത്ത് ഇന്ത്യക്ക് വലിയ ഭീഷണിയായി നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ചൈനയുടെ ഭീഷണി തടയാൻ വേണ്ടി ഈ രാജീവ് ഗാന്ധി ദീർഘവീക്ഷണത്തോടു കൂടിയ നടത്തിയ ഇടപെടൽ അതിന് ബലി കൊടുക്കേണ്ടി വന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അവരെ കൊലയ്ക്ക് കൊടുത്തതാണെന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തോടും ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ രക്തസാക്ഷിത്വത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് അത്തരത്തിൽ പ്രതികരിക്കേണ്ടി വന്നത്. പക്ഷേ അതെൻ്റെ സ്വതസിദ്ധമായ ശൈലിയല്ല. അത് ആ ഘട്ടത്തിൽ എനിക്ക് പറയേണ്ടി വന്നതാണ്. അത് തെറ്റായി പോയി എന്നല്ല, പക്ഷേ അങ്ങനെ പറയേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടാക്കരുതായിരുന്നു. അത് പറഞ്ഞതിലുള്ള ക്ഷമയും ഞാൻ ചോദിക്കണം. 2, അങ്ങ് പറയുന്ന കാര്യം ഉൾപ്പെടെ ഇവിടെ വീഴ്ചകൾ ചർച്ച ചെയ്യപ്പെടണം. ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി,
2019 നടന്ന പുൽവാമ ആക്രമണത്തിൽ ഒരു സ്കോർപിയോ വാഹനം 300 കിലോ RDXുമായി ഏറ്റവും തന്ത്രപ്രധാന മേഖലയിൽ എങ്ങനെ ഒരാഴ്ച കറങ്ങി നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച ചോദ്യത്തിനും ഹാഷ്മിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടുണ്ടോ? 11ഓളം ഇന്ത്യയുടെ ഇന്റലിജൻസ് ഇൻപുട്ടുകൾ, റിപ്പോർട്ടുകൾ എന്തുകൊണ്ട് അവഗണിക്കപ്പെട്ടു എന്നുള്ളതിന് ഹാഷ്മിക്ക് ഇതുവരെ ഉത്തരവ് കിട്ടിയിട്ടുണ്ടോ? ഈ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ആണെന്ന് തോന്നുന്നു നടന്ന പാർലമെന്റ് ആക്രമണത്തിൽ BJPയുടെ MP കത്ത് മേടിച്ച് അക്രമികൾ ആ പാർലമെന്റിനകത്ത് പ്രവേശിച്ചതിൽ എന്ത് നടപടി ഉണ്ടായി എന്ന് ഹാഷ്മിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? ഉറിയും പത്താൻകോടും ഉണ്ടായ ആക്രമണത്തിൽ എന്ത് നടപടിയെടുത്തെന്ന് ഹാഷ്മിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? എന്നൊക്കെ ഈ ചോദ്യം ഉയരുമ്പോഴും ആ ചോദ്യത്തിനെല്ലാം മറുപടി ഏതോ വലിയ ചരിത്രം പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ചരിത്രം പറയുകയാണെങ്കിൽ നമുക്കും ഒട്ടേറെ ചരിത്രം പറയാനുണ്ട്. രക്തസാക്ഷിത്വത്തെ കുറിച്ച് പറയാനാണെങ്കിൽ അത് പറയാനുണ്ട്. മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞ പോലെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയോ അല്ലാതെയോ ഒരു പട്ടിയുടെ ജീവൻ പോലും BJPയുടെ നേതാക്കന്മാർ നഷ്ടപ്പെടുത്തിയിട്ടില്ലാത്തപ്പോൾ രക്തസാക്ഷിത്വത്തെ അവഹേളിക്കാൻ ഇവർക്ക് സാധിക്കും. പക്ഷെ രാജ്യത്തിന്റെ ചരിത്രം മറന്നു പോകരുത്. ഇവിടെ ചോദ്യം എന്താ? ഇവിടെ ചോദ്യം 40ഓളം മിനിറ്റ് അവിടെ നിന്നിട്ട് ഈ ഭീകരവാദികൾ അവർ സിവിൽ ഡ്രസ്സിലാണ് തോക്കുമായി വന്നത്. അവിടെ വെടിയുദ്ധത്തിട്ട് തിരിച്ചൊരു വെടിവെക്കാൻ ഒരു സൈനികൻ അവിടെ ഇല്ലാതെ പോയത് എന്തുകൊണ്ട്? ചോദ്യമല്ലേ? ഇത്രമാത്രം തന്ത്രപ്രധാനമായ മേഖലയിൽ തിരിച്ചൊരു വെടിവെക്കാൻ ഒരു സൈന്യം അവിടെ ഉണ്ടായില്ലല്ലോ. എങ്ങനെയാണ് അവിടെ ഇത്രമാത്രം ആൾക്കാർ കൂടുമ്പോൾ അതുപോലെ ഇനിയിപ്പോൾ ഇവർ പറയുന്നു ഞങ്ങളെ അറിയിച്ചില്ല. അങ്ങനെ അറിയിച്ചില്ലെങ്കിൽ അറിയാതിരിക്കാനുള്ളതാണോ സൈന്യം? ഈ സൈന്യത്തിന് ഇന്റലിജൻസ് ഇൻപുട്ടില്ലേ? അവിടെ ആൾക്കാർ വരുന്നതിനെ സംബന്ധിച്ച് ഇന്റലിജൻസ് ഇൻപുട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് വന്ന് ആക്രമണം നടത്തി ഇത്രയും ദിവസം ഒളിവിൽ കഴിയുന്ന അത്രയും സാഹചര്യമുള്ള പ്ലാനിങ് ഇവർ നടത്തിയല്ലോ. എവിടെ പോയി നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ? നമ്മൾ ഓരോ ആക്രമണം നടത്തുമ്പോഴും നമ്മൾ കൂടിയിരുന്ന് പാകിസ്ഥാന് എതിരെയുള്ള ആക്രമണത്തെ സംബന്ധിച്ച്, പാകിസ്ഥാനെതിരെ ഇവർ നടത്താൻ പോകുന്നു പറയുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച നടത്തി പിരിഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാ വർഷവും നമ്മൾ വന്ന് നമ്മുടെ മനുഷ്യർ കൊല്ലപ്പെടുന്നതിനെ സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ട് കാര്യമുണ്ടോ? UPA സമയത്തുള്ളതിനേക്കാൾ എത്രയോ ഭീകരമായ അവസ്ഥ, എത്രയോ നമ്പറുകൾ, എത്രയോ കൂടിയ ടെററിസ്റ്റ് അറ്റാക്കുകളാണ്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അത്തരത്തിലുള്ള വലിയ വലിയ ചോദ്യങ്ങൾക്കുള്ള മറുപടി നമുക്ക് കിട്ടിയേ മതിയാവുകയുള്ളൂ. അതൊരു പക്ഷേ കേവലം രാഷ്ട്രീയ വാക്പോരായി പോവാതിരിക്കുകയും വേണം. എന്ന് പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞുകൂടാന്ന് അർത്ഥമൊന്നുമില്ല കേട്ടോ. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം പറഞ്ഞുകൂടാന്നൊന്നുമില്ല, രാഷ്ട്രീയം പറയാം. TP ചന്ദ്രമാഷെ, ഇതടക്കമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി വരും ദിവസങ്ങളിൽ. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വലിയ വേദനയിലാണ്, വലിയ ട്രോമയിലാണ്. വലിയ വേദനയുടെ, വലിയ ട്രോമയുടെ ആഘാതം കുറച്ചൊന്ന് കുറയുന്ന സമയത്ത് മുറയ്ക്ക് ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് കണിശമായ പരിശോധന അനിവാര്യമാകും. TP ജയേന്ദ്രൻ. ഹാഷ്മി, താങ്കൾ സൂചിപ്പിച്ചത് കൃത്യമാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യ രാജ്യത്ത് വർഷങ്ങളായി നിലനിന്നു പോരുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ സിസ്റ്റം നിലവിലുണ്ട്. ഓരോ സമയത്തും നടന്നിരിക്കുന്ന വീഴ്ചകളെക്കുറിച്ചും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നും ആരോപണങ്ങളും പരിശോധിക്കപ്പെടുന്ന സംവിധാനം കൃത്യമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഹാഷ്മി സംഭവിക്കുന്നത് എന്താണ്? രാജ്യം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ചില ആളുകൾ ചാനൽ ചർച്ചകളിൽ വന്ന് ചോദിക്കുന്നു, പാകിസ്ഥാനാണ് എന്നതിന് തെളിവുകളുണ്ടോ? ഇന്ന് കേരളത്തിൽ കാസർഗോഡ് വെച്ച് 2 UDFന്റെ നേതാക്കന്മാരെ അന്യമത വിദ്വേഷവും കലാപവും ഉണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടതിന് തെളിവ് നിരത്തുമ്പോൾ ഹാഷ്മി, നിങ്ങൾ നിൽക്കുന്ന മണ്ണിൽ, ആ മണ്ണിൽ ഭാരതത്തിന്റെ യശസ്സും ഭാരതത്തിന്റെ ഐക്യവും കാത്തു സൂക്ഷിക്കുന്നതിന് കശ്മീരികൾ ഒരു കാലത്ത് കാശ്മീരി ചെറുപ്പക്കാര് ജാതി മത വർഗ വർണ്ണ സമയം കഴിയണ്ടേ? പക്ഷെ എന്തായാലും നമ്മൾ നിൽക്കുന്ന ശ്രീനഗറിലാണ്. ശ്രീനഗറിൽ കൊല്ലപ്പെട്ടവർ ഓർമ്മയിൽ കൊളുത്തിയ ഒരു മെഴുകുതിരി നമ്മൾ കൂടി ഏറ്റുവാങ്ങുകയാണ്. അപ്പൊ നമുക്ക് കേന്ദ്ര ഭാഷ സമയം കിട്ടില്ലെന്ന് കരുതരുത്, നമുക്ക് വീണ്ടും കാണാം. നമ്മൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഇരിക്കും. എന്തായാലും ശ്രീനഗറിൽ ഇവിടെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു, മെഴുകുതിരി പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. കൊല്ലപ്പെട്ടവർ ഓർമ്മയിൽ തന്നെയാണ്. ഈ വാലി, ഈ കാശ്മീർ വലിയ രോഷത്തിലുമാണ്. നമ്മുടെ എൻകൗണ്ടർ ഇന്നത്തെ പൂർണ്ണമാകുന്നു. ശ്രീനഗറിൽ നമ്മൾ നാളെ വീണ്ടും കാണും. ശ്രീനഗറിൽ നിന്നും ശുഭരാത്രി. നൈറ്റ്.